അച്ഛാ, അച്ഛനിപ്പോൾ ഫ്രീ ആണോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ശിവ, എന്താ കാര്യം? അച്ഛാ, നെക്സ്റ്റ് വീക്ക് എനിക്ക് വെക്കേഷൻ തുടങ്ങുക. ഒരു 3 മാസത്തേക്ക് ഉണ്ടാവും. ഞാൻ നാട്ടിൽ മുത്തശ്ശിയുടെ തറവാട്ടിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുക. എന്താ അച്ഛൻ്റെ അഭിപ്രായം? എവിടെ? ആലത്തൂർക്കോ? ഇപ്പൊ അവിടോട്ട് പോകേണ്ട കാര്യം എന്ത്? ആലത്തൂർക്ക്. മുത്തശ്ശി എന്നെ വിളിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച. ഇത്തവണയെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് ചോദിച്ചു. എന്ത്? മുത്തശ്ശി വിളിച്ചെന്നോ? അവരൊക്കെ ഇപ്പോഴും നിനക്ക് കോണ്ടാക്ട്സ് ഉണ്ടോ? അച്ഛാ, ഇപ്പോഴും ഞാൻ മുത്തശ്ശിയായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്. അവിടുന്ന് പോന്നിട്ട് 15 വർഷം ആയെങ്കിലും എൻ്റെ അമ്മയുടെ വീടല്ലേ, എനിക്ക് അവരെയൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? നാളെ ഇതുവരെ ആയിട്ടും അവരുമായിട്ട് കോണ്ടാക്ട് ഉള്ളവരെന്താ ഇതുവരെ എന്നോട് പറയുന്നത്? പറയാതിരുന്നതിൻ്റെ കാരണം അച്ഛനെ ഒന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. രണ്ടാമതൊരു വിവാഹം കഴിച്ച് ഇങ്ങ് പോകുന്നതിന് ശേഷം അമ്മയായിട്ടോ അമ്മയുടെ കുടുംബക്കാരുമായിട്ടോ ഒന്നും അച്ഛനൊരു ബന്ധവും വെച്ചിട്ടില്ല. അങ്ങനെയുള്ള അച്ഛൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തിനീ കാര്യം പറയണം? എന്ത് ബന്ധം? ആകെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ബന്ധം എന്ന് പറയുന്നത് നിന്റെ അമ്മയായിട്ടുള്ളതാ. അമ്മയുടെ മരണശേഷം അതും കഴിഞ്ഞു. നിനക്കൊരു മാതൃസ്നേഹം കിട്ടട്ടെ എന്ന് കരുതിയില്ലേ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചത്? എനിക്കൊരമ്മ കിട്ടണമെന്ന് കരുതിയാണോ അച്ഛൻ വിവാഹം കഴിച്ചത്? എന്നാ കേട്ടോ, എൻ്റെ അമ്മ പോയതിന് ശേഷം ഈ നിമിഷം വരെ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ അച്ഛൻ ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. അച്ഛൻ, ഞാൻ മുത്തശ്ശിയെടുത്ത് പോകുന്നതിന് എന്നെ തടയരുത്. എനിക്ക് പോയേ പറ്റൂ. ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്കൊരു മാറ്റം വേണം. അതിന് ഞാൻ മുത്തശ്ശിയെടുത്ത് പോയി നിൽക്കും. അച്ഛൻ വാശി പിടിക്കരുത്. സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പ്രായം പക്വതയൊക്കെ നിനക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ നിന്റെ ആഗ്രഹം കൊന്നും തടസ്സം നിൽക്കുന്നില്ല. നിനക്ക് പോയിട്ട് വരാം. മുത്തശ്ശി, ആരാ അവിടെ? എടാ ദാമുവേ, ആരാ ഉമ്മർത്ത് വന്നേന്ന് നോക്കിയേ. ഇവരിത് എവിടെ പോയി കിടക്ക? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാ ദാ വരുന്ന മുത്തശ്ശിയെ. അപ്പുറത്തെ പറമ്പില് തേങ്ങ ഇടാൻ പോയിക്കുമായിരുന്നു, അതാ താമസിച്ചത്. മുത്തശ്ശി, ഞാനായിരുന്നു. മുത്തശ്ശിക്ക് മനസ്സിലായോന്നോ? എന്ത് ചോദ്യം കുട്ടിയെ? മുത്തശ്ശിയുടെ ശിവക്കുട്ടിയെ മനസ്സിലാക്കാതിരിക്കാൻ മുത്തശ്ശി അത്രയ്ക്ക് പൊട്ടിയാണോ? പ്രായം എത്രയൊക്കെയായെങ്കിലും എന്റെ മുത്തശ്ശിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണല്ലോ. മറക്കാനോ? 15 കൊല്ലം മുമ്പ് നിന്റെ അച്ഛന്റെ കൈ പിടിച്ച് ഈ പടി ഇറങ്ങിപ്പോന്ന ശിവക്കുട്ടിയുടെ മുഖം മുത്തശ്ശിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇനി മോൾ എന്റെ മുത്തശ്ശിയെ ഉപേക്ഷിച്ചു പോവോ? അതോർത്ത് എന്റെ നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട. ഇനി മുത്തശ്ശിയുട്ടി ശിവ എങ്ങും പോവില്ല. അയ്യോ, സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. എന്റെ കുട്ടിക്ക് വിശക്കുന്നില്ലേ? വാ, മുത്തശ്ശി എന്തെങ്കിലും എടുത്തു തരാം. ആഹാരമൊക്കെ പിന്നീട് കഴിക്കാം. എന്റെ മുറി ഒന്ന് കാണിച്ചാ, എനിക്കൊന്ന് കുളിക്കണം. എടാ ദാമുവേ, ശിവന്യക്കുട്ടിക്ക് മുറി ഒന്ന് കാണിച്ചു കൊടുത്തേ. താമുച്ചേട്ടാ, എനിക്കൊരു റൂം കാണിച്ചാ, എനിക്കൊന്ന് ഫ്രഷ് ആണായിരുന്നു. മുത്തശ്ശി, അമ്മ പണ്ട് പറയാറുണ്ടല്ലോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ടെന്ന്. അതൊക്കെ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തരുമോ? ഇവിടെ കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ കുട്ടി ഇത്രയും യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇപ്പോൾ വിശ്രമിക്ക്. നാളെ മുത്തശ്ശി പയ്യെ എല്ലാം പറഞ്ഞുതരാം. ശിവക്കുട്ടി, ദാ വരുന്ന മുത്തശ്ശി. ഇന്ന മോളെ താക്കോല്. ഈ തറവാട്ടിലെ എല്ലാ അറകളുടെയും മുറികളുടെയും താക്കോൽ ഇതിലുണ്ട്. നിനക്ക് ഇഷ്ടം പോലെ സൗകര്യം പോലെയും തുറന്നു നോക്കാം. മുത്തശ്ശി പ്രായമായില്ലേ, ഇനി ഈ കോണിപ്പടി ഒന്നും കയറാൻ മുത്തശ്ശിക്ക് വയ്യ. ഈ മുറി കൊള്ളാലോ. ഇവിടെ എനിക്ക് എന്തോ പരിചയമുള്ള പോലെ. മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ഈ മുറിയിലേക്ക് മാറിയാലോ? ഈ
ഇതാരുടെ ഡയറിയാ? ശിവമോളെ, മോളെ താഴോട്ടൊന്ന് വന്നേ. ദാ വരുന്നു മുത്തശ്ശി. ഇതിനി പിന്നെ നോക്കാം. മുത്തശ്ശി, ആ തെക്കേറ്റത്തെ മുറി ഞാൻ എടുത്തോട്ടെ? എനിക്ക് അവൾ ഒരുപാട് ഇഷ്ടമായി. ഏത്? നമ്മുടെ ശ്രീദേവിയുടെ മുറിയോ? അത് അപ്പടി അഴുക്കായിട്ട് കിടക്കുമല്ലേ. ഞാൻ ദാമുവിനോട് പറയാം, അതൊക്കെ ഒന്ന് ശരിയാക്കി തരാം. എന്നിട്ട് മോൾ അങ്ങോട്ട് മാറിയാ മതി. ഏയ്, അതൊന്നും വേണ്ട. അത് എനിക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വൃത്തിയാക്കിക്കോളാം. എന്റെ സന്തോഷത്തിന് അതിരുകളില്ല. അമ്മയുടെ മരണത്തിന് ശേഷം തറവാട്ടിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. എനിക്കൊരു കൂട്ട് വേണമെന്ന് കരുതിയിട്ടാവണം പാവം അച്ഛൻ രണ്ടാമത് വിവാഹത്തിന് തയ്യാറായത്. എന്നാൽ ചെറിയമ്മ ഒരിക്കൽ പോലും എന്നെ ഒരു മകളായി അംഗീകരിച്ചിട്ടില്ല. 14 വർഷമാകുന്നു ഞാൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് മുത്തശ്ശിയെ കണ്ടപ്പോൾ എന്തോ നഷ്ടപ്പെട്ട എന്തൊക്കെയോ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇവിടെ നിന്ന് എനിക്കൊരു മടക്കയാത്ര ഉണ്ടാവില്ല. ഇവിടെ വന്നതിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്നാണ്, ഈ ഇല്ലത്തെ മറ്റെല്ലാ മുറികളെ അപേക്ഷിച്ച് ഈ മുറിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ. പാതി വഴിയിൽ മുറിഞ്ഞുപോയ എന്തോ ഒന്ന് എന്നിലൂടെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ. അമ്മേ, ഈശ്വരാ, ഞാനിപ്പോ എന്താ കണ്ടത്? അയാൾ ആരാ? എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് ഞാൻ രാവിലെ കണ്ട ഡയറി അല്ലേ? ഇതിനി മുത്തശ്ശി പറഞ്ഞ കൂട്ട് ശ്രീദേവിയുടെ ഡയറി ആയിരിക്കോ? ഈ ഫോട്ടോ, ഇത് ഞാനിപ്പോ കണ്ട ആളുടെ ഫോട്ടോ അല്ലേ? എന്നാലും ആരായിരിക്കും ഇയാളെന്തിനാ എന്റെ സ്വപ്നത്തിൽ? നീലി, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? നീ ആലോചിച്ച് തീരുമാനിച്ചായിരുന്നോ? അയ്യോ ശ്രീ, അതൊരിക്കലും നടക്കില്ല. എന്നെപ്പോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെണ്ണ് നിങ്ങളെപ്പോലുള്ള തമ്പുരാട്ടിമാരുടെ കൂടെയൊക്കെ നൃത്തം പഠിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. തമ്പുരാക്കന്മാർ അറിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ തല കാണില്ല. എന്ത് തല കാണില്ലെന്ന്? എല്ലാവരും മനുഷ്യരാ. എല്ലാവരുടെയും ശരീരത്തിൽ കൂടെ ഓടുന്നത് ചുമന്ന ചോര തന്നെയാ. പിന്നെന്ത് താഴ്ന്ന ജാതി മേൽജാതിയൊക്കെ? അങ്ങനെയല്ല ശ്രീ, നിനക്കത് പറയാം. പക്ഷേ ഞങ്ങൾ പാവപ്പെട്ടവരാ. ഞങ്ങളുടെ മേലെ എല്ലാവർക്കും എല്ലാം അടിച്ചേൽപ്പിക്കാം. പക്ഷെ നിങ്ങളെ അതൊന്നും ബാധിക്കില്ലല്ലോ. നിന്റെ മേലെ ആരും ഒന്നും അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വാ പെണ്ണേ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ശ്രീ നിക്ക്, ദേ തമ്പുരാൻ വരുന്നു. ശ്രീദേവി, നീ എന്തായി കാണിക്കുന്നത്? കോലത്തെ തമ്പുരാട്ടിക്കുട്ടിയാണെന്നോ ഒരു വിചാരം നിനക്കില്ലേ? തമ്പുരാട്ടിക്കുട്ടി ആയതുകൊണ്ട് എന്താ ഇപ്പോ? ഞാൻ നേരിട്ട് സംസാരിക്കുന്നോണ്ട് എന്താ കുഴപ്പം? നിർത്തടി, മുതിർന്നവരെ തർക്കത്തെ പറയുന്നു. ഇന്നത്തോടെ നിർത്തിക്കോണം നിന്റെ ആട്ടവും പാട്ടും കൂത്തും ഒക്കെ. തൊട്ടുപോകരുത് അവളെ. അത് ചോദിക്കാൻ നീ ആരാ? ഇവിടെ ഞാൻ തല്ലുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇവിടെ എന്റെ മകളാ. തന്റെ മകളോ മരുമകളോ ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ഒരു സ്ത്രീയുടെ മേലെ കൈവെക്കുന്നത് അതൊരാണിന് ചേർന്ന പണിയല്ല. തമ്പുരാനെ കണ്ട കുമ്പിട്ട് നിൽക്കേണ്ടവരൊക്കെ എന്നു മുതലാ തമ്പുരാന്റെ മേലെ കയറി സംസാരിക്കാൻ തുടങ്ങിയത്? കുമ്പിട്ട് നിൽക്കണമെന്ന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഏർപ്പാടല്ലേ? ഇവിടെ ആർക്കും മേലെയൊന്നുമല്ല. എല്ലാവരും ഒരുപോലെ, എല്ലാവരും മനുഷ്യരാ. ആലത്തൂരെ മാധവനെ ആ വെല്ലുവിളിച്ചേക്കുന്നത് ഓർത്താൽ നിനക്ക് കൊള്ളാം.
നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? അതിനെന്തിനാ ശ്രീ മുഖവരെയൊക്കെ? നീ കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കേ. ഇന്നലെ ആ പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ വന്ന ആ ചേട്ടൻ ആരാ? ആര്? അനന്തേട്ടനോ? അതെന്റെ കൃഷ്ണൻ ചേട്ടന്റെ കൂട്ടുകാരനാ. അനന്തൻ എന്തോ ആദ്യമായിട്ടാ കാണുന്നെങ്കിലും ഇതുവരെ ഇല്ലാത്തൊരടുപ്പം തോന്നിക്കുന്നു. അനന്തൻ, ആ പേര് ഞാൻ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കൃഷ്ണ, അന്ന് നീലിയുടെ കണ്ട കുട്ടി, അവളുടെ പേരെന്താ? ഏത്? ആലത്തൂരെ തമ്പുരാട്ടിക്കുട്ടി ശ്രീദേവിയുടെ ആരാണ് നീ ചോദിക്കുന്നേ? ശ്രീദേവി, നല്ല പേര്. എന്താന്നറിയില്ല കൃഷ്ണ, അവളെ കണ്ടപ്പം മുതൽ എനിക്കിത് പറയാനറിയില്ല എങ്ങനെയാന്ന്. എന്താ? വേണ്ട കേട്ടോ. നമ്മളെക്കാളും എത്ര ഉയരത്തിലാ അവരെന്നറിയോ? നമുക്കൊന്നും സ്വപ്നം കാണാൻ പറ്റുന്നതിലും ഉയരത്തിലാ അവര്. എത്ര ഉയരത്തിലാണെങ്കിലും ഈ അനന്തന് അതൊന്നും ഒരു പ്രശ്നമേ ഉള്ള കാര്യമല്ല. ഞാൻ എന്തായാലും എന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ അവൾ എന്നോട് ഇഷ്ടമാണെന്ന് തിരിച്ചു പറയുകയാണെങ്കിൽ അന്നു മുതൽ ശ്രീദേവി അനന്തന്റെ വേണം. അനന്തന് ഒരു കാര്യം തീരുമാനിച്ചാൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എല്ലാ കാര്യത്തിനും ഈ അനന്തന്റെ കൂടി കൃഷ്ണൻ ഉണ്ടാവണം. ഓ പിന്നെ, അതിപ്പോ നീ പറഞ്ഞിട്ട് വേണോ? നീ ധൈര്യം വെച്ചെന്ന് പറയടാ, ഈ കൃഷ്ണൻ എന്തായാലും നിന്റെ കൂടെ ഉണ്ടാവും. അത് അനന്തേട്ടനല്ലേ അവിടെ നിൽക്കുന്നത്? അനന്തേട്ടൻ ഇത് ആരെയാ നോക്കുന്നേ? അനന്തേട്ടൻ ആരെയാ നോക്കുന്നേ? ശ്രീദേവിയോ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ. എന്നെ കാണാനോ? എന്തിന്? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെങ്കിലും അനന്തേട്ടൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പണത്തിന്റെയോ പദവിയുടെയോ ജാതിയുടെയോ ഒന്നും കാര്യത്തിൽ ഞാൻ നിന്റെയോ നിന്റെ കുടുംബക്കാരുടെയോ മുന്നിൽ ഒന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ സ്നേഹിക്കാനുള്ളൊരു മനസ്സ്, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സ് അതെനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായ മറുപടി പറയുമോ? കാണുന്നവർക്കെല്ലാവർക്കും കോലത്തെ വലിയ തമ്പുരാട്ടിക്കുട്ടിയായിരിക്കും ഞാൻ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എന്താണെങ്കിലും അനന്തേട്ടൻ എന്നോട് തുറന്നു പറയാം. ഇല്ലത്തെ തമ്പുരാട്ടിക്ക് ഇല്ലത്ത് കിട്ടുന്ന ആർഭാടവും ആദരവും ഒന്നും
എൻ്റെ കുടിലിൽ കിട്ടില്ല. പക്ഷേ എൻ്റെ കുടിലിൽ തമ്പുരാട്ടിയായി ഞാൻ നിന്നെ എന്നും വാഴിക്കും. പോരുന്നോ ഈ അനന്തൻ്റെ കൂടെ, അനന്തൻ്റെ പെണ്ണായിട്ട്? അനന്തേട്ടാ, അത് പിന്നെ ഞാൻ... പെട്ടെന്നൊരു മറുപടി എനിക്ക് വേണ്ട. ഞാൻ കാത്തിരുന്നോളാം. നീ ആലോചിച്ച് പറഞ്ഞാൽ മതി. അനന്തേട്ടാ, പോയില്ലേ? നിക്ക്. എന്താ ശ്രീ? കാത്തിരിക്കേണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. എനിക്ക് സമ്മതമാണ് അനന്തൻ്റെ പെണ്ണായി ജീവിക്കാൻ. ശ്രീ, സത്യമാണോ ഞാൻ കേട്ടത്? അതെ, പരമമായ സത്യം. ഒരിക്കലും ഒരില്ലത്തെ തമ്പുരാട്ടിക്കുട്ടിയായി വാഴണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാവരെയും പോലെ സാധാരണ ഒരു പെൺകുട്ടിയായി ജീവിക്കണമെന്നാണ് എനിക്കും ആഗ്രഹം. ഒരിക്കലും ഈ ഇല്ലത്തിൻ്റെ 4 ചുവരിൽ നിന്ന് എനിക്ക് ആ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടത്തില്ല. പക്ഷേ അനന്തേട്ടൻ്റെ കൂടെയുള്ളൊരു ജീവിതം, അതെനിക്ക് എല്ലാ സൗഭാഗ്യവും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ കേട്ടു, ഈ ശ്രീദേവി ഇന്നു മുതൽ അനന്തൻ്റെ പെണ്ണായിരിക്കും. അനന്തൻ്റെ മാത്രം. ഒന്നിനു വേണ്ടിയും ഈ അനന്തൻ ഈ ശ്രീദേവിയെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിനോ കളഭമായ മോഹിനി നീ, കണ്ണിനോ കളഭമായ മോഹിനി നീ, കാതിനോ കുലുസണിഞ്ഞ വാഹിനി നീ, ശ്രീദേവി, എടി ശ്രീദേവി! എന്താ അച്ഛാ, എന്താ കാര്യം? ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അച്ഛൻ എന്ത് കേട്ടോന്നാ? എന്ത് സത്യമാണോന്നാ? എന്താ കാര്യമൊന്നോ അറിയില്ലേ നിനക്ക്? നീയോ ആ പുലയച്ചെറുക്കനായിട്ട് എന്തു പാടി ബന്ധം? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? മിണ്ടി പോകരുത് നീ. ഒന്നേ ഉള്ളൂ എന്ന് കരുതി ഓമനിച്ച് വളർത്തിയതാ. നീയോ ആ അനന്തനും തമ്മി എന്തു പാടി ബന്ധം? അതെനിക്ക് അനന്തേട്ടനെ ഇഷ്ടവാ. ഛീ, നിർത്തടി ഉരുമ്പോട്ടവളെ. നാളെ ഉണ്ടോ നിനക്കിതൊക്കെ പറയാൻ? അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനന്തേട്ടനെ അല്ലാതെ വേറൊരാളെ ഊഹം കഴിക്കില്ല. മിണ്ടി പോകരുത് നീ. ഇനി അവന്റെ പേര് ഈ വീട്ടിൽ വേണ്ടി നിന്റെ ജീവനോടെ കത്തിക്കും ഞാൻ. ഓടി ഇങ്ങോട്ട്. ഇനി നീ പുറം ലോകം കാണുന്നത് ഞാൻ കാണിച്ചു തരാം. പഴം തമ്മി പാട്ടിഴയും ശ്രുതി, പഴയൊരു തമ്പുരു തേങ്ങി, പണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ നിലവറമൈനമയങ്ങി, സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ. അനന്ത, എടാ അനന്ത, വാതിലും തുറന്നേ. എന്താണ് കൃഷ്ണ, നീ എന്തിനാ ഈ വിളിച്ചു പോകുന്നത്? എടാ മൊത്തത്തിൽ പ്രശ്നമായിക്കോ. നിന്റെ ശ്രീദേവിയുടെ കാര്യം ആ മാധവൻ അറിഞ്ഞിട്ടുണ്ട്. അവളെ പിടിച്ച് വലിച്ച് മുറിക്കത്തിട്ട് പൂട്ടിയെന്നാ ഇപ്പൊ നീല എന്നോട് വന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ അയാൾ അവളെ കൊല്ലുന്നത് ഉറപ്പാ. ഈശ്വര, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല അനന്ത. നീ അവളെയും കൂട്ടി എത്രയും പെട്ടെന്ന് നാട് വിടാൻ നോക്ക്. അതായിരിക്കും നല്ലത്. ശരിയാ, എനിക്കും അത് തോന്നുന്നു. ഞാൻ എന്തായാലും ഒരു കത്ത് എഴുതി നീലിയുടെ കൊടുത്തു വിടാം. അവള് ശ്രീദേവിയെ കണ്ട് കാര്യം അറിയിച്ചോളും. നീലി, നീ ഈ കത്ത് ശ്രീദേവി ഏൽപ്പിക്കണം. സൂക്ഷിച്ചു പോണം കേട്ടോ. ആരും കാണരുത്. പിടിക്കപ്പെട്ടാൽ അറിയാലോ നിനക്ക്. ഇല്ല അനന്തേട്ടാ, അനന്തേട്ടൻ പേടിക്കണ്ട. ഞാൻ ഇത് ശ്രീദേവി ഏൽപ്പിച്ചോളാം. നീ വിഷമിക്കേണ്ട. എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ വഴി ഞാൻ അറിഞ്ഞു. ഇനി നീ ആ വീട്ടിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല. നമുക്ക് ഇങ്ങോട്ടെങ്കിലും നാട് വിടാം. ഇന്ന് രാത്രി ഞാൻ ആ കുളക്കടവിലുണ്ടാവും നിന്നെയും കാത്ത്. നീ വരണം. ഇന്ന് തന്നെ നമുക്ക് ഈ നാട് വിടണം, മറ്റാരും അറിയാതെ. നിന്നെയും കാത്ത് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടാകും എന്ന് നിന്റെ അനന്തൻ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന ദിവസം. ഒരുപാട് വേദനിച്ചെങ്കിലും അതിനെല്ലാം ഒരവസാനം ഇന്നുണ്ടാവും.
ഞാനും എൻ്റെ അനന്തേട്ടനും ഈ നാട് വിടുകയാണ്. ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത യാത്ര. ഇതിന്റെ ബാക്കി എവിടെ പോയി? അവർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ശിവമോളെ, എന്താ കാര്യം? അത് പിന്നെ മുത്തശ്ശി, ഈ ശ്രീദേവി ആരാ? ശ്രീദേവിയോ? മോളോട് ആരാ ഇപ്പൊ ശ്രീദേവിയുടെ കാര്യമൊക്കെ പറഞ്ഞത്? അത് പിന്നെ മുത്തശ്ശി, ഇന്നലെ ഞാൻ മുറി മാറുന്ന കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശിയല്ലേ പറഞ്ഞത് അത് ശ്രീദേവിയുടെ മുറിയാന്ന്? ആ, മുത്തശ്ശി ഇന്നലെ അതേപ്പറ്റി പറഞ്ഞായിരുന്നല്ലേ, മറന്നുപോയി കുട്ടിയെ. മുത്തശ്ശിയുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ മാധവ മുത്തശ്ശിനെ അറിയോ നിനക്ക്? മാധവേട്ടൻ്റെ ഒരേ ഒരു മകളാ. പറഞ്ഞിട്ട് എന്താ കാര്യം? എൻ്റെ കുട്ടിക്ക് വിധി ഇല്ലാണ്ടായിപ്പോയി. എന്ത് വിധിയില്ലെന്നാ മുത്തശ്ശി? എന്താ ഉണ്ടായത്? ഇനി അതൊന്നും പറയേണ്ട കുട്ടിയെ. മുത്തശ്ശിക്ക് അതൊന്നും കേൾക്കാനും ഓർക്കാനും താല്പര്യമില്ലാത്ത കാര്യങ്ങളാ. അപ്പോ ഈ അനന്തൻ അതാരാ? കേൾക്കണ്ട എനിക്ക് ഈ നശൂലത്തിന്റെ പേര്. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അവൻ ഒരുത്തം കാരണം എന്റെ കുട്ടിക്ക് ഗതി ഉണ്ടായത്. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു കാലത്തും അവൻ ഗതി പിടിക്കില്ല. അത്രയ്ക്ക് മനസ്സെന്താ മുത്തശ്ശി പറയണേ? ശിവമോളെ, മൂളിങ്കി വാ. നീ അവിടെ നിൽക്കണ്ട, മുത്തശ്ശി ദേഷ്യത്തിലാ. എന്താ ദാമുവേട്ട ഇതൊക്കെ? എന്തിനാ അനന്തേട്ടന്റെ പേര് പറയുമ്പോ മുത്തശ്ശി ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? എനിക്കും ശരിക്കും എന്താ കാര്യങ്ങളെന്ന് അറിയില്ല മോളെ. പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പണ്ടെപ്പോഴും നടന്ന കാര്യങ്ങളല്ലേ, എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. എന്താണെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയേ. എനിക്കും കൃത്യമായിട്ട് അറിയില്ല കുട്ടിയെ. പണ്ടെപ്പോഴും നടന്ന കാര്യങ്ങളല്ലേ, ഞാനും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കും ഉള്ളൂ. ഇവിടുത്തെ ശ്രീദേവിയും മോളി പറഞ്ഞ അനന്തനും ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെയാ കേട്ടത്. ശ്രീദേവി അനന്തന്റെ കൂടെ ഒളിച്ചോടി പോകാനിരിക്കുമ്പോഴാ അനന്തൻ ഇവിടുത്തെ തമ്പുരാന്റെ കയ്യിൽ നിന്ന് പൊൻപണം വാങ്ങി ശ്രീദേവിയെ ചതിക്കുന്നത്. ഇതറിഞ്ഞിട്ടാ പാവം കുളത്തിൽ ചാടി ആത്മഹത്യയായിരുന്നു എന്നാ കേട്ടത്. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്താ ദാമുവേട്ട ഇതൊക്കെ? അനന്തൻ ചതിച്ചോന്നോ? ശ്രീദേവി ഇപ്പൊ ജീവനോടില്ലേ? അതേ മോളെ, ഇവിടുത്തെ തമ്പുരാന്റെ കയ്യിൽ നിന്ന് പൊൻപണം വാങ്ങി അവൻ ഈ നാട് വിട്ടു. ഈ നിമിഷം വരെ അവനെ ഇവിടെ ആരും കണ്ടിട്ടില്ല പിന്നീട്. അപ്പോ ഈ കൃഷ്ണൻ, ഈ അനന്തന്റെ കൂട്ടുകാരനൊരു കൃഷ്ണനില്ലേ, അയാൾ എവിടെ? അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒറ്റയ്ക്കാ താമസമൊക്കെ. ഒരു പെങ്ങളുണ്ടായിരുന്നു നീലി, അവളെ കല്യാണം കഴിച്ചയച്ചു. ഈ സംഭവത്തിന് ശേഷം അയാൾ അങ്ങനെ ആരോടും മിണ്ടാറില്ല. ഒറ്റയ്ക്കാ താമസവും നടത്തവും എല്ലാം. ദാമുവേട്ട, എനിക്ക് ഈ കൃഷ്ണനെ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ മോളെ, മുത്തശ്ശി അറിഞ്ഞ എന്നെ കൊല്ലും. മോളെ ആവശ്യത്തിന് ഒന്നിന്റെയും പുറകിന് പോകണ്ട. ഇതിവിടം കൊണ്ട് നിർത്തിയരെ. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, അതുപോരെ. മുത്തശ്ശി ഒന്നും അറിയാൻ പോകുന്നില്ല. ദാമുവേട്ടൻ എന്റെ കൂടെ വരണം. എനിക്ക് ആ വീടൊന്ന് കാട്ടുത്താ. എനിക്ക് അവിടെ പോയേ പറ്റൂ. ഇവിടെ ആരും ഇല്ലേ? ആരാ അത്? ഞാൻ ആലത്തൂരെ ശിവന്യക്കുട്ടിയാ. എനിക്ക് കൃഷ്ണമുത്തശ്ശനെ ഒന്ന് കാണണമായിരുന്നു. ആലത്തൂരെയോ? എനിക്ക് ആരെയും കാണണ്ട. ആരോടും ഒന്നും സംസാരിക്കാനും ഇല്ല. ഇല്ല മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനെ കണ്ടേ പറ്റൂ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ കുട്ടിക്ക് അറിയേണ്ടത്? എന്താണെന്ന് ചോദിക്കേ. അന്ന് ശ്രീദേവിക്കും അനന്തനും എന്താ സംഭവിച്ചത്? എല്ലാം കേട്ടറിഞ്ഞിട്ടായിരിക്കുമല്ലോ കുട്ടി വന്നത്. ഇതിൽ കൂടുതൽ എന്താ നിനക്ക് അറിയാനുള്ളത്? കേട്ടതൊന്നും സത്യമല്ലെന്ന് മുത്തശ്ശനും അറിയാം, എനിക്കും അറിയാം. അപ്പോ സത്യം എന്താ? സത്യങ്ങളൊക്കെ ഇനി അറിഞ്ഞിട്ട് എന്തിനാ കുട്ടിയെ? നഷ്ടപ്പെട്ടത് 2 ജീവനുകളല്ലേ? 2 ജീവനോ? മുത്തശ്ശൻ എന്തായി പറയുന്നേ? അതെ കുട്ടിയെ, നിങ്ങൾക്ക് ശ്രീദേവിയെ നഷ്ടമായപ്പോൾ എനിക്ക് നഷ്ടമായത് എന്റെ ഉറ്റ ചെങ്ങായി അനന്തനെയാണ്. അനന്തന്റെ ജീവൻ ഈ ഭൂമി വിട്ടു പോകുന്നത് കണ്ടു നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. എതിർത്ത് നിൽക്കാൻ എനിക്ക് ആയില്ല. സത്യത്തെ മറച്ചു വെക്കുന്നതിന് അവരെനിക്ക് പകരം തന്നത് എന്റെ കുഞ്ഞിപ്പങ്ങളുടെ ജീവനും ജീവിതവുമായിരുന്നു. അത്രയ്ക്ക് പാവിയായ ഞാൻ, നീറിയ ഞാൻ ഇക്കാലം അത്രയും ജീവിച്ചത്. സത്യങ്ങളൊക്കെ ആരോടെങ്കിലും തുറന്നു പറഞ്ഞപ്പോൾ
വദനം വജ്രദന്തധര രക്ഷാകവചം ഓ ശ്രീദേവിക്ക് എന്താ സംഭവിച്ചത്? ശ്രീദേവി അനന്തൻ മരിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? ഇല്ല കുട്ടിയെ, അവിടെയും ഈ പാപിക്ക് തന്റെ ഉറ്റ ചങ്ങാതി ആനന്ദനെ ചതിക്കേണ്ടി വന്നു. ഈ അനന്തേട്ടൻ ഇത് എവിടെ പോയി കിടക്കുക? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ. അനന്തനെയാണോ നീ അന്വേഷിക്കുന്നത്? അവനെയാണെങ്കിൽ അവൻ ഇനി വരില്ല. അച്ഛൻ എന്താ ഇവിടെ? വലിയ വിശ്വാസമായിരുന്നില്ലേ നിനക്ക് നിന്റെ അനന്തനെ? എന്നിട്ടിപ്പോ എന്തായി? അവൻ വന്നോ നിന്നെ കൊണ്ടുപോകാൻ? ഇല്ല, എന്റെ അനന്തേട്ടൻ എന്നെ ചതിക്കില്ല. അനന്തേട്ടൻ വരും. ഇത് നല്ല കൂത്ത്. പൊൻപണം വാങ്ങി നാട് വിട്ടവൻ എങ്ങനെയാ ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്നത്? പൊൻപണം വാങ്ങിയെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? എന്റെ അനന്തേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അനന്തേട്ടൻ വരും. നീ വിശ്വസിക്കണ്ടടി. അവന്റെ ഉറ്റ ചങ്ങാതിയില്ലേ കൃഷ്ണൻ, അവനോട് പോയി ചോദിക്ക്. അവൻ പറയും സത്യങ്ങളൊക്കെ. കൃഷ്ണേട്ടാ, ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? കൂടുതലൊന്നും അറിയാനില്ല ശ്രീദേവി. നിന്റെ സ്നേഹത്തെക്കാൾ വലുത് നിന്റെ അച്ഛൻ വെച്ച് നിന്റെ പൊൻപണമായിരുന്നു. അവൻ ഈ നാട് വിട്ടുപോയി. ഇനി തിരിച്ചു വരാനും പോകുന്നില്ല. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ അനന്തേട്ടൻ എന്നെ ഒരിക്കലും ചതിക്കില്ല. ഇല്ല, നീ ഇത് വിശ്വസിച്ചേ പറ്റൂ. അവൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഞാനിത് വിശ്വസിക്കില്ല. എന്റെ അനന്തേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. അനന്തേട്ടൻ ഇല്ലാത്ത ലോകത്ത് ഇനി ഈ ശ്രീദേവി ഉണ്ടാവില്ല. പിന്നീട് ഞാൻ കാണുന്നത് കുളക്കടവിൽ ചേതനയേറ്റ് കിടക്കുന്ന ശ്രീദേവിയുടെ ജഡമായിരുന്നു. ഒരിക്കലും കേൾക്കരുതെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഞാനിന്ന് കേട്ടത്. സത്യങ്ങൾ ഒരിക്കലും മൂടിവെക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരിക്കൽ അത് മറന്നേക്ക് പുറത്തു വരും. ശ്രീദേവിയുടെയും അനന്തിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യമാണ് ഞാൻ കാരണം ഇന്ന് മറന്നേക്ക് പുറത്തു വന്നത്. ഈ ജന്മത്തിലാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജന്മത്തിൽ അവർ ഒന്നിക്കണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇനി എനിക്കുള്ളത്. മുത്തശ്ശി ആരാ വന്നേ നോക്കിയേ? ആരിത്? മുത്തശ്ശിയുടെ ശ്രീകുട്ടനോ? ആകാരകാന്തിജിതവാരിതധാരിതാരേ ശ്രീകാന്തകാന്തമുഖപങ്കജചക്രപാണേ ആകാംസിതപ്രദ സദാ ശരണാഗതാനാം ശ്രീവാതമന്ദിരപതേ തവ സുപ്രഭാ. മുത്തശ്ശി, ഇന്നലെ രാത്രി ആരാ വന്നത്? ഇന്നലെ ആര് വന്നു എന്നാ നീ പറയണേ? ഞാൻ ഇന്നലെ കിടന്നു കഴിഞ്ഞിട്ട് ആരും വന്നില്ലേ? മുത്തശ്ശി ആരുടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടുല്ലോ. ഓ, അത് നമ്മുടെ ശ്രീകുട്ടൻ വന്നിട്ടുണ്ട്. അമേരിക്കയിലല്ലായിരുന്നോ? ആദ്യം കിട്ടുമ്പോ എന്റെ കുട്ടി ആദ്യം ഓടി വരുന്നത് എന്റെ അടുത്തേക്കാ. ശ്രീകുട്ടനോ? അതാരാ? അത് കൊള്ളാം. നീ മറന്നോ നിന്റെ കുട്ടേട്ടനെ? ഇവിടുന്ന് പോകുന്ന ഒരാളില്ലെന്ന് പറ്റില്ലായിരുന്നല്ലോ നിനക്ക്. എന്നിട്ടിപ്പോ ശ്രീകുട്ടൻ ആരാണെന്ന്. എന്റെ മുത്തശ്ശി ഇത് ആരുടെ കാര്യം പറയുന്നേ? സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്റെ കുട്ടി, നിന്റെ അമ്മാവൻ വിശ്വനാഥന്റെ മകൻ ശ്രീകാന്തിനെ നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ മുറച്ചെറുക്കൻ. കുട്ടേട്ടൻ ഇല്ലാണ്ട് ഒന്നില്ല, ഉറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ കുട്ടിയാ. അവനെ നീ മറന്നൊന്നെങ്ങാൻ അറിഞ്ഞ കൊള്ളാം, നല്ലത് കിട്ടും കേട്ടോ. അയ്യോ കുട്ടേട്ടൻ, ഞാനങ്ങ് മറന്നുപോയി. 10-15 വർഷമായില്ലേ? എന്നിട്ട് കുട്ടേട്ടൻ എവിടെ? കണ്ടോ മറിച്ചെടുക്കാന്ന് പറഞ്ഞപ്പോ പെണ്ണിന്റെ ധൃതി കണ്ടോ? പിന്നെ ഇല്ലാണ്ടിരിക്കോ? എത്ര കൊല്ലായി ഇപ്പൊ ഏത് കോലത്തിലാന്ന് കാണാൻ ഒരു ക്യൂരിയോസിറ്റി. അവനപ്പുറത്ത് പത്തായപ്പൂരെ കാണും. പറഞ്ഞാ കേക്കണ്ടേ? ഇവിടെ ഇത്രയും മുറികളുണ്ട്. ഒന്നും അവന് വേണ്ട. എപ്പോ വന്നാലും പത്തായപ്പൂരക്കകത്ത.
എങ്കിൽ ശരി മുത്തശ്ശി, ഞാൻ പോയി നോക്കിയിട്ട് വരാവേ. നിക്ക് മോളെ, ദേ ഈ ചായ കൂടി ആണെന്ന് കൊണ്ട് കൊടുത്തേക്ക്. ശിവമോളെ, ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ. മുത്തശ്ശി, നമ്മുടെ കുട്ടനെ തീരെ വയ്യ. ഞാൻ നമ്മുടെ കുടുംബ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. ഈശ്വര, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? ഇന്നലെ വന്നപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് എന്താ ഉണ്ടായി? അറിയില്ല മുത്തശ്ശി, ഞാൻ രാവിലെ വിളിക്കാൻ ചെന്നപ്പോ കുട്ടൻ എന്നെ അകത്തേക്ക് കയറ്റിയില്ല. പുറത്ത് നിന്നാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. ആ ദാ വരുന്നല്ലോ ഡോക്ടർ. നമസ്കാരം നന്ദിനി മുത്തശ്ശി, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ പിന്നെ തിരക്കാം ദാസ. എന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് പറ. പേടിക്കാനൊന്നുമില്ല മുത്തശ്ശി. പിന്നെ ഒരാഴ്ചത്തേക്ക് കുട്ടന്റെ അടുത്തേക്ക് മുത്തശ്ശി പോകണ്ട. പ്രായമൊക്കെ ആയില്ലേ, വൃത്തി അസുഖം വിളിച്ചെടുത്തണ്ട. ഡോക്ടർ, കുട്ടേട്ടന് എന്താ അസുഖം? ചിക്കൻ ബോക്സ് ആണ്. സോ അധികം ആരും കുട്ടനായിട്ട് കോണ്ടാക്ട് വെക്കണ്ട. ഒരാളെ നിന്നാ മതി. ദാമു ഉണ്ടല്ലോ. ആ പിന്നെ ദാമു, നീ പോകുമ്പോ വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം പോകാൻ. ഇതൊരു പകർച്ചവ്യാധിയാണ്, അതുകൊണ്ട് നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. പിന്നെ 2 ദിവസം കൂടുമ്പോൾ വേപ്പിലേക്കിട്ടൊന്ന് ഒഴിഞ്ഞേക്കണം. കഴിക്കാനും പുരട്ടാനുള്ള മെഡിസിൻസ് ഒക്കെ ഞാൻ തന്നുവിടാം. നീ എന്റെ കൂടെ വന്നാൽ മതി. മുത്തശ്ശി, ഞാൻ ഇറങ്ങാം കേട്ടോ. പിന്നെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, ഒരാഴ്ചത്തേക്ക് കുട്ടനെ കാണാൻ ആരും പോകണ്ട. എന്ത് കഷ്ടായത്. ഇനി ഒരാഴ്ച എടുക്കണമല്ലോ കുട്ടേട്ടനൊന്ന് കാണാൻ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ. എന്നാലും എന്തൊരു വിധി എന്റെ കുട്ടിക്ക്. കുഴപ്പമൊന്നും ഉണ്ടാകാണ്ടിരുന്നാ മതിയായിരുന്നു എന്റെ പിള്ളേരിപ്പ. ഏയ്, കുഴപ്പമൊന്നും കാണില്ല. 1 വീക്ക് കഴിഞ്ഞ് അതങ്ങ് മാറും. മുത്തശ്ശി, ഞാൻ വെളിയിൽ നിന്ന് കുട്ടേട്ടനൊന്ന് കണ്ടോട്ടെ. ശിവമോളെ, അവനെങ്ങും പോകില്ലാലോ. ഇനിയും സമയമില്ലേ? നിനക്ക് ഇപ്പൊ തന്നെ പോയി കാണണോ? പ്ലീസ് മുത്തശ്ശി, ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം പ്ലീസ്. ആ, എന്നോട് ചോദിക്കണ്ട, എന്താന്ന് വെച്ചി. ഇപ്പത്തെ കുട്ടികളുടെ പറഞ്ഞ ആര് കേൾക്കാൻ. ഇവിടെ മൊത്തം ഇഷ്ടമാണല്ലോ, ഒന്നും കാണാനും വയ്യ. ആരത്? ഈ ഇല്ലത്തെ ഒരു പാവ അന്തേവാസിയാണേ. ഞാനറിയാത്ത ആരാ ഈ ഇല്ലത്തുള്ളത്? ആരാന്ന് പറ, കാണാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഈ ചോദിക്കുന്നേ. ഞാനാ കുട്ടേട്ടാ, മനസ്സിലായോ ആരാന്ന്? എന്നെ ഈ ലോകത്ത് ഒരാളെ കുട്ടേട്ടാന്ന് വിളിക്കും, അതെന്റെ മാക്രി കുഞ്ഞ. ഓ, അപ്പൊ അമേരിക്കക്കാരൻ മിസ്റ്റർ ശ്രീകാന്തിന് ഈ ശിവനെ ഓർമ്മയുണ്ട്. പിന്നെ ഓർക്കാണ്ട്, നിനക്കല്ലേ നമ്മളെ ഒന്നും വേണ്ടാത്തെ. 15 കൊല്ലമായി. അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും നിനക്ക് ചെയ്യായിരുന്നു. ആ, ബെസ്റ്റ്. മുത്തശ്ശിയോട്ട് കോണ്ടാക്ട് ഉള്ളതാണ് അച്ഛനെ അറിയിക്കണ്ട. അപ്പൊ പിന്നെ ഇതുകൂടി ആയാനെ കൊല്ലും. ആ പോട്ടെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അല്ല, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട്? ഈ വരവിൽ എന്തെങ്കിലും ദുരുദ്ദേശം വല്ലതും ഉണ്ടോ മോളെ? ഒരു ദുരുദ്ദേശവും ഇല്ല. എനിക്ക് ജന്മം എടുത്തു. ഇനിയുള്ള കാലം ഞാനിവിടെ എന്റെ മുത്തശ്ശിയോട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കും. അല്ലേലും എനിക്ക് അമേരിക്ക പിടിക്കില്ല. ഇവിടെ ഇത്രയും വലിയ ഹരിതാവും പച്ചപ്പൊക്കെ ഉള്ളപ്പോ അമേരിക്ക ഒക്കെ ആർക്ക് വേണം? അത് ശരിയാ. എന്നാലും നല്ല തരുണിമണികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എൻജോയ് ചെയ്യരുതോ? ദാറ്റ്സ് എ പോയിന്റ്. ഈ ശ്രീകാന്ത് വിശ്വനാഥിന്റെ പുറകെ നടക്കാത്ത തരുണിമണികൾ ഇല്ല മോളെ ശിവന്റെ അങ്ങ് അമേരിക്കൻ കൺട്രിയിൽ. അത് ശരി. അപ്പൊ അത്രയ്ക്ക് ലുക്കാ കുട്ടേട്ടൻ? ലുക്കാണോ? വാട്ട് എ പിറ്റി ക്വസ്റ്റ്യൻ. യു നോ സംതിങ്, ഐ ആം ദ ഡ്രീം മാൻ ഓഫ് എവറി വുമൺ ഇൻ അമേരിക്കൻ കൺട്രി. ഉവ്വേ, എന്നിട്ട് എന്ത് പറ്റി? ഒരെണ്ണം പോലെ സെറ്റ് ആയില്ലേ? ഹേയ്, സെറ്റ് ആവാത്തോണ്ടൊന്നും അല്ല. അവിടെ നിന്ന് വല്ലോളുമാരും കെട്ടിയാ പിന്നെ അവിടെ തന്നെ ജീവിച്ചു തീർക്കേണ്ടി വരും. എനിക്കത് ഇഷ്ടമല്ല. മാത്രമല്ല, എന്റെ സ്വന്തം ഉറപ്പണി ശിവനിയുടെ ഉള്ളപ്പോ എനിക്കെന്തിനാ അമേരിക്കൻ തരുണിമണികൾ? അയ്യടാ, കൊള്ളാലോ പൂതി. ആദ്യം ഞാൻ കുട്ടേട്ടനെ ഒന്ന് നേരിട്ട് കണ്ടോട്ടെ, എന്നിട്ട് പറയാം എനിക്ക് പറ്റിയതാണോ അല്ലയോ. ഓ ആയിക്കോട്ടെ തമ്പുരാട്ടി. കുട്ടേട്ടാ, വാതിക്ക് ആഹാരം കൊണ്ടുവച്ചിട്ടുണ്ടേ, എടുത്ത് കഴിച്ചേക്കണേ. ശരി ശിവ. ഹലോ, ഈസ് ദിസ് ശ്രീകാന്ത് വിശ്വനാഥ്? ഹേയ് ക്രിസ്റ്റി, വാട്ട് എ സർപ്രൈസ് മാൻ. ഓ താങ്ക് ഗോഡ്. അപ്പോ മൈ ഡിയർ സോൾമേറ്റ് എന്നെ മറന്നിട്ടില്ല. നോ വേ മാൻ, നിന്നെ മറക്കാനോ? അല്ല, എന്താണ് ഈ അൺഎക്സ്പെക്ടഡ് കോളിന്റെ പിന്നിലെ ദുരുദ്ദേശം? I'll come to the point. I need your help. ആമസോൺ കാടുകളിൽ ഉല്ലസിച്ച് നടക്കുന്ന നാച്ചുറൽ പ്രശസ്തനായ ഫോട്ടോഗ്രാഫർക്ക് ഈ ആലത്തൂർകാരൻ കുട്ടന്റെ എന്ത് ഹെൽപ്പാണ് വേണ്ടത്? ജസ്റ്റ് സേ ഇറ്റ് മാൻ. നിനക്ക് എന്നെ നല്ലോണം അറിയാലോ. എന്റെ ഡ്രീം,
എന്റെ പാഷൻ അതൊക്കെ. സോ വാട്ട്, വലിച്ചു നീട്ടാതെ കാര്യം പറയരുത് തീർക്കാം. യെസ് യെസ്, ഐ എം ഗോയിങ് ടു ടെൽ യു. നിനക്കറിയാലോ എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു നാച്ചുറൽ ഒരു ഫോട്ടോഗ്രാഫർ ആകുക എന്നുള്ളത്. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. ബട്ട് നൗ ഐ എം റിയലി എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് നാച്ചുറൽസ് കൾച്ചറൽ മാഗസിൻ പ്രോജക്ട്. ആൻഡ് യു നോ സംതിങ്, ഞാൻ ഈ പ്രോജക്റ്റ് സക്സീഡ് ആയി എന്നെ കത്തിക്കുന്ന നാച്ചുറൽ ടോപ്പ് മോസ്റ്റ് ഫോട്ടോഗ്രാഫർ എന്ന പൊസിഷൻ ആയിരിക്കും. വാവ്, ഗ്രേറ്റ് മാൻ. ബട്ട് ഇതിലിപ്പോ എന്റെ റോൾ എന്താ? ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. എന്റെ പ്രോജക്ട് ടീം എന്ന് പറയുന്നത് കേരളത്തിലെ പഴക്കമേറിയ കാവും അതിനോട് ചേർന്നുള്ള അമ്പലവും അവിടുത്തെ ആചാരങ്ങളൊക്കെയാണ്. നിനക്കറിയാലോ എന്റെ വീട് ആലപ്പുഴയാണ്. അവിടെ ഈ കായലും പുഴയും ഒക്കെ അല്ലാണ്ട് കാവും അമ്പലമൊക്കെ കുറവാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു യു, നീ ഒന്നുമില്ലെങ്കിൽ ഒരു കൊച്ചു തമ്പരാനല്ലേടാ. നിന്റെ ഇല്ലവും കാവും അമ്പലവും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് എനിക്കത് കടം തരുമോ? അത്രേ ഉള്ളൂ. അതിനാണോ നീ ഇത്രയും വലിച്ചു നീട്ടിയത്? അപ്പൊ എന്നാണ് മിസ്റ്റർ ക്രിസ്ത്യൻ ജോസഫ് ഇങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുന്നത്? ഞാൻ 2 days ഉള്ളിൽ വരണ്ട. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ഓഹോ, അപ്പൊ വെൽ പ്ലാൻഡ് ആണ് അളിയൻ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ഞാൻ മറ്റന്നാളെ റൂമിൽ നിന്ന് വെളി വരൂ. എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നൂടാ. അയ്യോ, അപ്പോ എന്നെ കൂട്ടാൻ ആര് വരും? നീ ടെൻസ്റ്റ് ആവൊന്നും വേണ്ട, ഞാൻ ദാമോദരനെ വിടാം. പുള്ളി വന്ന് കൂട്ടിക്കൊള്ളും നിന്നെ. ഓക്കേടാ, റെസ്റ്റ് എടുക്ക്. സീ യു സൂൺ, ടേക്ക് കെയർ. കുട്ടേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നാ ഇനി പുറത്തിറങ്ങുന്നേ? ഞാൻ നാളെ ഇറങ്ങും ശിവ. ഇതൊരു മാതിരി ജയിൽവാസം പോലെയായി. പിന്നെ ശിവ, നീ ഡാമോദിനെ കാണുമ്പോ നാളെ എയർപോർട്ട് വരെ ഒന്ന് പോകാൻ പറയണേ. എയർപോർട്ടിലോ? അവിടെ എന്തിനാ? നാളെ എന്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്, അവനെ കൂട്ടാൻ പോകാൻ വേണ്ടിട്ടാ. ഓക്കെ കുട്ടേട്ടാ, ഞാൻ തമ്മോടിനോട് പറഞ്ഞേക്കാം. ഹേയ്, ഇവിടെ ആരും ഇല്ലേ? പ്ലീസ് ഓപ്പൺ ദ ഡോർ. ഇതാരെ ഈ രാവിലെ തന്നെ? വാവ്, ഇതാര്? കാവിലെ ഭഗവതിയോ? ഇയാളെ ഞാൻ എവിടെയോ? ഹേയ് ബ്യൂട്ടി, താനിതെന്തോ പകൽ സ്വപ്നം കാണുന്നു? വാതിൽ തുറക്കടോ, ഞാൻ അങ്ങോട്ട് കയറട്ടെ. അതിന് താരേതാ? താരതെങ്ങോട്ടേക്ക് ഇറങ്ങുന്നു? ഞാനോ? ഞാൻ ആരാണെന്നോ? ഹേയ് ക്രിസ്റ്റി. ഹേയ് കുട്ടാ, എങ്ങനെയുണ്ടടാ നിനക്കിപ്പോ? നീ ഒരുപാട് ക്ഷീണിച്ചല്ലോ. കുഴപ്പമൊന്നുമില്ലടാ, എല്ലാം ഓക്കെ. പിന്നെ വാ ചോദിക്കട്ടെ, എന്തൊക്കെയുണ്ട് മോനെ ക്രിസ്റ്റി വിശേഷങ്ങൾ? കുട്ടേട്ടാ, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. ഓഹോ സോറി ശിവ, ഞാൻ നിനക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന്. ഇതാണ് കക്ഷി, ക്രിസ്ത്യൻ ജോസഫ്. രാജ്യയുടെ ഫോട്ടോഗ്രാഫറാണ്. ഇനി കുറച്ചുനാൾ ഇവിടെ കാണും. ഇതാണ് ഐറ്റം. ഐറ്റമോ? കുട്ടാ, ഇതാരടാ? ഏതോ സോറി, ഇതാണ് ശിവന്യ, എന്റെ അമ്മാവന്റെ മോള. ചുരുക്കി പറഞ്ഞ എന്റെ മുറപ്പെണ്ണ്. ഹായ് ശിവന്യ, ഞാൻ ക്രിസ്ത്യൻ ജോസഫ്. യു ക്യാൻ കോൾ മീ കിച്ചു. അപ്പൊ എങ്ങനെയാ എനിക്കുള്ള റൂമൊക്കെ ഇവിടെ കുളം ഉണ്ടോടാ? നല്ല തണുക്കൊന്ന് കുളിക്കണം. ഓ എത്ര നാളായി. എന്ത് കുളിച്ചിട്ടോ? ഹേ അങ്ങനെയല്ല,
നാട്ടിലൊക്കെ വന്നിട്ട് കുറച്ചായി എന്നാണ് ഉദ്ദേശിച്ചത്. അത് മതി. ശിവ, നീ പോയി മുത്തശ്ശിയോട് ഫുഡ് എടുത്ത് വെക്കാൻ പറഞ്ഞേ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരും. ശരി കുട്ടേട്ടാ. ക്രിസ്റ്റി, ഒന്ന് നിന്നെ. എന്താടാ കുട്ടാ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ പെണ്ണുങ്ങളോടൊക്കെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന പോലെ ശിവന്റെ അടുത്ത് ഫ്ലോട്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ, അതായത് നിന്റെ പെങ്ങൾ. മനസ്സിലായോ? അതിന് നീ കെട്ടിയില്ലല്ലോ, കെട്ടുമ്പോ അല്ലേ അപ്പൊ നോക്കാം. പിന്നെ ഫ്ലാറ്റി അത് ഈ ക്രിസ്ത്യ ആരോടും എടുക്കാറില്ല. അത് മതി. ഓ ശരി രാജാവേ, ഉത്തരവ് അടിയന്മാരോ വെച്ചിരിക്കുന്നു. മുത്തശ്ശി, ഇതാണ് ക്രിസ്ത്യൻ, എന്റെ ഫ്രണ്ടാണ്. ഇവൻ ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. കുറച്ചുനാൾ നമ്മുടെ കൂടെ കാണും കേട്ടോ. അതിനെന്താ കുട്ടാ? മോന്റെ വീട് എവിടാ? വീട്ടിലാരൊക്കെയുണ്ട്? എന്റെ വീട് ആലപ്പുഴയാണ് മുത്തശ്ശി. പിന്നെ മുത്തശ്ശി എന്നെ കിച്ചെന്ന് വിളിച്ചാ മതി, എനിക്കത് ഇഷ്ടം. പിന്നെ വീട്ടില് മതി വിശേഷമൊക്കെ പിന്നെ പറയാം. മുത്തശ്ശി, കിച്ചുവിന് ഫുഡ് കൊടുക്കുക, അവന് നല്ല വിശപ്പ് വേണം. ശരിയാ മുത്തശ്ശി, വല്ലാത്ത വിശപ്പ്. പെട്ടെന്നായിക്കോട്ടെ. കിച്ചുവേട്ടാ, കുറച്ച് തൈര് എടുക്കട്ടെ. പച്ചത്തൈരോ? വേണ്ട, വണ്ണം വെക്കും, ഫാറ്റാ. തൈരോ? ഫാറ്റോ? എങ്കിൽ കുറച്ച് അച്ചാറ്. കൊളസ്ട്രോളാ, എനിക്ക് വേണ്ട. എന്നാ പിന്നെ കുറച്ച് ഉപ്പേരി കഴിക്ക്. നോ, ഇറ്റ്സ് ടൂ മച്ച് ഓയിൽ, അൺഹെൽത്തി ആണ്. ദേ, ഈ പപ്പടം എങ്കിലും കഴിക്കേ. പപ്പടം? അയ്യോ, ഉപ്പ്, പ്രഷർ. അയ്യോ, എനിക്ക് വേണ്ട. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ താൻ എന്തോ ശരിക്കും കഴിക്കാറ്? ബെസ്റ്റ്. നല്ല ഹെൽത്തി ഫുഡാണല്ലോ അതൊക്കെ. അല്ലെങ്കിൽ വേണ്ട. തൈരും പപ്പടം അച്ചാറും എടുത്തി. അയ്യോ, അതൊക്കെ വേണോ? അൺഹെൽത്തി അല്ലേ? കൊളസ്ട്രോളും പ്രഷറൊക്കെ വരും. ഊതിയതാണല്ലേ? എന്തേ, കാറ്റടിച്ചപ്പോ മനസ്സിലായോ? എന്താടാ കുട്ടാ? കുറച്ച് വെള്ളം കുടിക്ക. ഞാൻ കുടിച്ചോളാം, നീ കുടിപ്പിക്കാണ്ടിരുന്നാ മതി. എന്നാലും കുട്ടേട്ടന്റെ കൂട്ടുകാരൻ, അയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളല്ലോ. എന്നാലും എവിടെ വിചാരിക്കും? ഈശ്വര, ആനന്ദൻ. അതെ, ശരിയാ, കിച്ചൂടൻ ആനന്ദനെ പോലെയാ കാണാൻ. എനിക്ക് വയ്യ, ഭ്രാന്ത് പിടിക്കുന്നു. എനിക്കെന്താ അയാളെ കാണുമ്പോ വല്ലാത്തൊരു ഫീല്. ശിവാ, എന്തൊക്കെയാ ചിന്തിച്ചോട്ടുന്നേ? കണ്ണുറങ്ങു വേണേ. കുട്ടാ, അപ്പൊ എങ്ങനെയാ? എനിക്ക് നാളെ തന്നെ ഷൂട്ടിംഗ് തുടങ്ങണം, നീ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ശരിടാ, ഞാൻ വരാം. കിച്ചു, ഒരു മിനിറ്റ്, അമേരിക്കയിൽ നിന്നാ, ഞാൻ ഈ കോളം അറ്റൻഡ് ചെയ്തിട്ട് വരാം. ശരിടാ. കിച്ചു, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താടാ? എന്താ കാര്യം? ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത്. എനിക്കൊരു മേജർ ഓപ്പറേഷൻ ഉണ്ട്, അർജന്റാണ്, ഉടനെ പോകണം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. അയ്യോ, അപ്പൊ നീ പോയാ എനിക്കിവിടെ ആരാ? പോകാണ്ടിരിക്കാൻ പറ്റില്ലടാ, ഇത് ഞാൻ ചെല്ലാണ്ട് നടക്കില്ല. ഇവിടെ മുത്തശ്ശി ശനിയൊക്കെ ഉണ്ടല്ലോ, പിന്നെന്താ, ഞാൻ പോയിട്ട് വരാൻ കുറഞ്ഞതൊരു മാസമെങ്കിലും ആകും. ഹോസ്പിറ്റൽ കേസല്ലേ, നീ പോയിട്ട് വാ, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ശരിടാ, ഞാനെങ്കിൽ മുത്തശ്ശിയോടൊക്കെ പറഞ്ഞെല്ലാം പാക്കൊക്കെ ചെയ്ത് വെക്കട്ടെ. ഇന്ന് ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകണം. എനിക്ക് ഗൈഡ് ചെയ്യാൻ ഒരാളെ വേണമല്ലോ, ആദ്യം ഇനിയിപ്പോ എന്താ ചെയ്യാ? ശിവനെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, നീ ശിവനെയും കൂട്ടി പോണ്ട, അത് ശരിയാവില്ല. ദാമോട്ടനോട് ഞാൻ പറഞ്ഞേക്കാം, നീ ദാമോട്ടനെ കൂട്ടി പൊക്കോ.
ശിവന്റെ ഇപ്പൊ എന്നോട് വന്നാ എന്താ, ഞാൻ അവളെ പിടിച്ച് വീഴുമ്പോ. ആ ശരി. മുത്തശ്ശി, ശിവ, ഞാനെന്നാ ഇറങ്ങട്ടെ? പോയിട്ട് വാ മോനെ. എന്നാലും എന്റെ കുട്ടിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നല്ലോ. സാരമില്ല, എന്റെ കുട്ടി സൂക്ഷിച്ചു പോണം കേട്ടോ. പോയിട്ട് വാ കുട്ടിയേട്ടാ, സൂക്ഷിച്ചു പോണം കേട്ടോ. കിച്ചു, നീ വന്നേ. ഡാ, ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, നിന്റെ കൊഴുത്തിലൊന്നും ശിവയുടെ അടുത്ത് ഇറക്കാൻ നിൽക്കരുതേ. ദേ കുട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. നീ എന്തായാലും പോയിട്ട് വാ. ഹലോ മാഡം. എന്താ, എന്ത് വേണം? ഹേയ്, ഞാൻ ചുമ്മാ വിളിച്ചതാടോ. ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് കരുതി. എന്ത് മിണ്ടിയും പറഞ്ഞിരിക്കാൻ? എനിക്കൊന്നും പറയാനില്ലെങ്കിലോ? ഇതൊരു നടക്ക് പോകൂല, അഹങ്കാരി. താൻ എന്തെങ്കിലും പറഞ്ഞു ഇപ്പോ? ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ, ഇല്ലെങ്കിൽ തനിക്കോളാം. സമയം ഒരുപാട് പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ. യെസ് യുവർ ഓണർ. ശിവന്യ, അവളെ എനിക്ക് ഏറ്റവും മുമ്പ് പരിചയമില്ലല്ലോ. പിന്നെന്താ അവളെ കാണുമ്പോൾ എനിക്ക് അടുത്തറിയാവുന്ന ആരോഗ്യ പോലെ ഫീൽ ചെയ്യുന്നത്? കർത്താവേ, ഇതെന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? ക്രിസ്റ്റി, അവള് നിന്റെ കൂട്ടുകാരനെ മറപ്പെണ്ണ. കൺട്രോൾ യുവർ സെൽഫ്. അല്ല, അതിനവൾ അവന്റെ ഭാര്യയൊന്നും ആയില്ലല്ലോ. വരട്ടെ, ഇതെവിടെ വരെ പോകാൻ നോക്കാം. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ആരിത്? കിച്ചുമോനോ? മോനെ, ചായ കുടിക്ക്. മുത്തശ്ശി, എനിക്കിന്ന് ഷൂട്ടിങ് തുടങ്ങണം. എനിക്കാണെങ്കിൽ ഇവിടെ പരിചയമൊന്നുമില്ലല്ലോ, കൂട്ടനും ഇല്ല. ഞാൻ ശിവനെയും കൂട്ടി ഒന്ന് പുറത്തു പൊക്കോട്ടെ, എല്ലാം ഒന്ന് ചുറ്റിക്കാണാലോ. അതിനെന്താ, മോൻ അവളെയും കൂട്ടി പോക്കൂ. ശിവമോളെ, നീ കിച്ചുവിനെ ഇവിടേക്ക് ഒന്ന് കാട്ടിക്കൊടുക്കാട്ടോ. ഞാനോ? എനിക്കങ്ങ് വയ്യ, തനി അങ്ങ് പോയാ മതി. അല്ലെങ്കിൽ ദാമോട്ടനെ കൂട്ടി പോക്കോ. എന്താ കുട്ടി ഇത്? മോൻ ഇവിടെ ആദ്യമായിട്ടല്ലേ? നീ ഒന്ന് ചെല്ല്. ദാമോനിവിടെ 100 കൂട്ടം പണിയുണ്ട്. അവൻ കൂടെ പോയി ശരിയാവില്ല. മോള് പോയിട്ട് വാ. അതെ, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മുത്തശ്ശി. ഭയങ്കര കൊക്കം മുച്ചി. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പുത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണമല്ലിപ്പൂവുതിർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുന്നിമണിക്കുന്നിലെ തെന്നലിങ് വന്നുവോ, നിന്നു ചാമരങ്ങൾ വീശിയോ. തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഹേയ് ശിവ, എത്ര നേരമാടോ താൻ എന്തൊന്നും മിണ്ടാത്തേ? എന്ത് മിണ്ടാൻ? താൻ ഷൂട്ട് ചെയ്യാൻ വന്നതല്ലേ, അത് ചെയ്യാതെ.
ഷൂട്ടൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാലും എന്തൊരു ബോറിങ്ങാ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കടോ. എനിക്ക് സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലോ? ഹേയ് ശിവ, സൂക്ഷിച്ച്. ശ്രദ്ധിക്കണ്ടോ? ഓ ഓ സോറി. ഇറ്റ്സ് ഓക്കെ. ആരീ പാതിരാത്രിക്ക്? താനോ? താനെന്താ ഈ നേരത്ത്? താൻ അങ്ങോട്ട് കയറി പോന്നെ? താനൊന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ഇപ്പൊ മുത്തശ്ശി വിളിക്കും. നിന്നോടല്ലേ മിണ്ടാതിരിക്കാൻ പറഞ്ഞത്? ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പൊക്കോളാം. എന്നാ താൻ പറയാനുള്ളത് പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്കി. വേറൊന്നുമല്ല, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നി, അതാണ്. ഇപ്പൊ കണ്ടു, ഇനി പൊക്കോളാം. ആ പിന്നെ രാവിലെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. നേരത്തും കാലത്തും എണ്ണീറ്റൊക്കെ വന്നോണം. ഈശ്വര, എന്റെ ഹാർട്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ തല്ലി പൊട്ടിക്കും. ഈശ്വര, അങ്ങനെ കാലത്ത് എണ്ണീക്കണമെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ഇത്രയും വെളുപ്പിന് അങ്ങോട്ട് എങ്ങോട്ടേക്കാണോ കെട്ടിയെടുക്കുന്നത്? എന്തായാലും റെഡിയായി ചെല്ലാം. എടോ, താൻ ഇതുവരെ എണ്ണീച്ചില്ലേ? ഡോറൊന്ന് തുറന്നേ. ശടാ, ഈ തുറന്നു കിടക്കുവാണല്ലോ. അയ്യടാ, എന്താ കിടപ്പ്. എടോ എണീക്കടോ പ്രാത. താൻ എന്നെ ഇത്രയും വെളുപ്പിന് വരാൻ പറഞ്ഞിട്ട് താൻ ഇങ്ങനെ പോത്തു പോലെ കിടന്ന് ഉറങ്ങുവാണോ? ഓ, ഭ്രാന്ത് പിടിപ്പിക്കാൻ ആരാണോ കാലത്ത് ഇങ്ങനെ പ്രാവത്ത് പോലെ അമറുന്നത്? ആരോടോ പോത്ത്? താനല്ലേ ഇങ്ങനെ പോത്തു പോലെ കിടന്ന് ഉറങ്ങുന്നേ? പിന്നെ എന്തിനാടോ എന്നോട് കാലത്തെ വരാൻ പറഞ്ഞേ? ഓ, എന്തോ നാടി പെണ്ണെ, നീ ഒന്ന് അടങ്ങ്. ആ, കാലത്തെ വരാൻ പറഞ്ഞ ശരിയാ, പക്ഷെ നിന്നോട് ഇത്ര നേരത്തെ വരാൻ ആരാ പറഞ്ഞേ? ദേ നോക്ക്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ എന്തിനാ ശരിക്കും വരാൻ പറഞ്ഞേ? അത് പറ. അതോ, അത് പിന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവല്ലേ, കുറച്ച് ദൈവാനുഗ്രഹം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തൊരു ചർച്ച ഉണ്ടോ? ഈ നാളെനിക്ക് അറിയില്ലല്ലോ, അതാ തന്നെയും കൂട്ടി പോവാന്ന് വെച്ചേ. ഇവിടെ അടുത്ത് ചർച്ചൊന്നുമില്ല. എന്തായാലും ദൈവാനുഗ്രഹം പോരെ, നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാം. അതെങ്ങനെ ശരിയാവും? എനിക്ക് അമ്പലം അടുത്ത കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഓ എന്റെ പൊട്ടോ, അതിനല്ലേ ഞാനും കൂടി വരുന്നേ. ഇയാള് പോയി കുടിച്ച് റെഡിയാവും. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ശരിയുടെ കുട്ടാ. കുട്ടനോ? ആരോടോ തന്റെ കുട്ടൻ? കുട്ടനല്ല, കുട്ടി. എന്തേ, ഞാൻ ഈ കുളിക്കുന്നേ കൂടെ കാണാൻ നിൽക്കുവാണോ? ഒന്ന് ഇറങ്ങി പോവന്നെ. അയ്യേ, ഇനി എന്തോന്നിത്? മുത്തശ്ശി, ഞങ്ങൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരെ ഒന്ന് പോവുകയാണേ. മുത്തശ്ശി വരുന്നുണ്ടോ? ഇല്ല കുട്ടിയെ, മുത്തശ്ശിക്ക് അത്രയും ദൂരം നടക്കാനൊന്നും വയ്യ, ഈ വയ്യാത്ത കാലം വെച്ച്. എന്തായാലും നിങ്ങൾ പോയിട്ട് വാ. എന്നാ ശരി മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ മോളെ, ഇന്നത്തെ വിശേഷം എന്താന്ന് പറയണ്ടല്ലോ മുത്തശ്ശി. ഇന്ന് ധനുമാസ തിരുവാതിരയല്ലേ, പോയിട്ട് പെട്ടെന്നെങ്കിൽ വരണം കേട്ടോ. കുറെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. മുത്തശ്ശിയുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ദീപങ്ങൾ തെളിയിക്കണമെന്നാ. അതിനെന്താ മുത്തശ്ശി, നമുക്കിതങ്ങ് പൊളിക്കാം അല്ലേ ശിവന്യ? അയ്യ, എന്തൊരു ഒരു പേര്, പഞ്ചാരക്കൂട്ടൻ. ആ അതെ മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ ഇന്നിവിടെ മുഴുവൻ നമുക്ക് ദീപങ്ങൾ തെളിയിക്കണം. എന്നാ മുത്തശ്ശി, ഞങ്ങൾ ഇറങ്ങുവാണേ. സൂക്ഷിച്ചു പോയിട്ടോ മക്കളെ. ശിവയ്ക്കറിയോ, എനിക്കിതൊക്കെ പുതിയ അനുഭവങ്ങളാ. എല്ലാം എനിക്ക് ത്രില്ലാവുന്നുണ്ട്. പിന്നെ പിന്നെ പ്രത്യേകിച്ച് ചിലരെയൊക്കെ. അയ്യോ, ബെസ്റ്റ്. ഇപ്പൊ ത്രില്ല് നോക്കി മൂക്കിന്റെ ത്രില്ലങ്ങ് പോയേനെ. ഷേ, കുട്ടി ഭയങ്കര തമാശക്കാരിയാണല്ലോ. താനെന്ത് പെട്ടെന്ന് കാണേ? ഗംഗാതരംഗരമണീയജടാകലാപം ഗൗരീ നിരന്തര വിഭൂഷിതവാമഭാഗം
നാരായണ പ്രിയമനംഗ മദാപഹാരം വാരാണസി പുരപതിം ഭജ വിശ്വനാഥം. ഇതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. കുളിച്ച് ഈറനായി വന്ന് തൊഴുത് എന്ത് പ്രാർത്ഥിച്ചാലും നടത്തിത്തരുന്ന മൂർത്തികളാണ് ഇവിടെ ഉള്ളത്. ഓ, എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ ബെസ്റ്റ്. ഞാനിതൊക്കെ ആരോടായി പറയുന്നത്? നടക്ക് നടക്ക്. കർത്താവേ, ഞാനിതിപ്പോ ആരാന്നും പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്? ശിവ, നമുക്കൊക്കെ കർത്താവും കുരിശും മാതാവും സാത്താനൊക്കെ അറിയൂ. ഇതിപ്പോ ആരാന്ന് പറഞ്ഞ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. ഇവിടുത്തെ പ്രതിഷ്ഠ ശിവന്റെയാ. താൻ സാധാരണ എന്താണോ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അതുപോലെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നീ ശിവനോ? ആ, ശിവൻ മറ്റേ പാർവതിയുടെ പുള്ളിക്കാരനല്ലേ? പുള്ളിക്കാരനോ? ഐ മീൻ ഹസ്ബൻഡ്. ആവശ്യമില്ലാതെ ഒന്നും പറയണ്ട, ദൈവദോഷം കിട്ടും. ദോശയോ? എവിടെ? ഇവിടെ കിട്ടുമോ അതോ പുറത്തു വെച്ച് കൊടുക്കുവോ? ഈശ്വര, ഇങ്ങേരിത്. ദൈവത്തെ ഓർത്ത് താൻ വാ തുറക്കരുത് പ്ലീസ്. കാല് പിടിക്കാം. ആ, ആരിത്? ശിവമോളോ? കൊറേ കാലമായല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. മുത്തശ്ശി പറഞ്ഞിരുന്നു കുട്ടി വന്നിട്ടുണ്ടെന്ന്. ആ, ഇതാരെ പുതിയ കക്ഷി? അത് നമ്മുടെ വിശ്വനാഥനമ്മാവന്റെ മോൻ ശ്രീകാന്ത് ഇല്ലേ? ആര്? നമ്മുടെ കുട്ടനോ? ആ, കുട്ടേട്ടന്റെ ഫ്രണ്ടാ. എന്തോ ഡോക്യുമെന്ററിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നയാ. ആ, തീർത്ഥം വാങ്ങ രണ്ടാളും. ഇയാളെന്താ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? ഡോ, കൈ നീട്ടി വാങ്ങടോ. ഓ, സോറി. താങ്ക് യു തിരുമേനി. ഷോ, ഇങ്ങനെ നാണം കെടുത്തു. കുട്ടിക്ക് നല്ല പിടുത്തമില്ലെന്ന് തോന്നുന്നു ഇല്ലേ? ആ, എന്തായാലും ഇനിയിപ്പോ എല്ലാം പഠിക്കണമല്ലോ. ഹലോ. ആ കുട്ടേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുന്ന് പോയിട്ട് ഒരാഴ്ച ആവുന്നു. വിളിക്കുന്നതോ പോട്ടെ, ജസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും വെക്കായിരുന്നു. സോറി ശിവ, കുറച്ച് തിരക്കായിപ്പോയി. അതല്ലേ ടൈം കിട്ടിയപ്പോൾ നിന്നെ തന്നെ ആദ്യം വിളിച്ചത്. ഓ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ പോട്ടെ, ഇനി എന്താ ഇങ്ങോട്ട്? 1 മന്തെങ്കിലും ആകും. ഞാനൊരു ഡോക്ടറല്ലേ ശിവ. ഇപ്പോൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ലല്ലോ. എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നിനക്കറിയാലോ. ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അതെ അതെ, എല്ലാ തിരക്കും കഴിഞ്ഞ് പെട്ടെന്നൊന്ന് വന്നാൽ നന്നായിരുന്നു. എനിക്ക് നല്ലോണം ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ആ ശിവ, പിന്നെ എല്ലാരും എന്തു പറയുന്നു? ക്രിസ്റ്റി പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ലില്ല, ഹീസ് എ നൈസ് മാൻ. സത്യം പറഞ്ഞാൽ കിച്ചോട്ടനുള്ളപ്പോൾ ടൈം പോകുന്നതേ അറിയില്ല. എവിടെ പോയാലും മറ്റേ വിക്രമാദിത്യനോടെ വേതാളം നടക്കുന്ന അവസ്ഥ എനിക്കിപ്പോ. ഇതിലിപ്പോ ആരാണാവോ വേതാളം? നീ എന്തിനാ അവനുമായിട്ട് കറങ്ങി നടക്കുന്നത്? ക്രിസ്റ്റിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൻ ദാമോട്ടനെ വിളിച്ചോണ്ട് പോക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. നീ എന്തിനാ അവന്റെ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നത്? അത് കൊള്ളാം. കുട്ടേട്ടൻ തന്നെയല്ലേ കിച്ചോട്ടനോട് പറഞ്ഞ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെയും കൂട്ടി പോകണമെന്ന്? ആ ആ, അത് ശരിയാ, ഞാൻ അവനോട് പറഞ്ഞത്. ഹലോ ഹലോ. ഓ, കോള് കട്ടായെന്ന് തോന്നുന്നു. ഹേയ് മാൻ, നിന്റെ ഒരു വിവരമില്ലല്ലോടാ. എന്നാ തിരിച്ച് നാട്ടിലേക്ക്? ഡാ, ഞാൻ നിന്റെ സുഖവിവരം അറിയാനല്ല വിളിച്ചത്. ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ ദാമോട്ടനെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ? അല്ല, നിനക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും പോകാമല്ലോ. പിന്നെ എന്തിനാ ശിവനെയും കൂട്ടി നീ നാട് മൊത്തം കറങ്ങി നടക്കുന്നത്? ഹേയ്, നീ എന്തിനാ അതിനെ ദേഷ്യപ്പെടുന്നത്? അവളിവിടെ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ. നോക്ക് ക്രിസ്റ്റി, ശിവൻ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാ. അവള് നിനക്ക് സഹോദരിയെ പോലെയാ. ഇക്കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എനിക്ക് നീ അവളെ കൊണ്ട് കറങ്ങി നടക്കുന്നതൊന്നും ഒട്ടും താല്പര്യമില്ല. നിനക്കെന്താ പേടിയുണ്ടോ അവളെങ്ങാനും എന്നെ പ്രേമിച്ചാലോ എന്ന്? അവൾ നിന്നെ ഇഷ്ടമെന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. അത് പിന്നെ മറിച്ച് സംഭവിച്ചൊന്നും വരാം. ഷട്ടപ്പ് ക്രിസ്റ്റി, നീ എത്രയും പെട്ടെന്ന് നിന്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പൊക്കോണം, കേട്ടല്ലോ? അല്ല, എനിക്കെന്താ ശിവനെ പറ്റി പറയുമ്പോൾ ഇത്രയും ദേഷ്യം? കർത്താവേ, എൻ്റെ മനസ്സ് മാറല്ലേ. ശിവന് ശ്രീകാന്തിൻ്റെ പെണ്ണാ, അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണം. അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് എന്നും നിലനിൽക്കണം. ഓ, ഭ്രാന്ത് പിടിക്കുന്നു. മുത്തശ്ശി, എന്തെടുക്കുവാ? എന്തിനാ ഇത്രയും വിളക്കൊക്കെ വൃത്തിയാക്കുന്നേ? ആ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ കാലത്തെ, ഇന്ന് ധനുമാസ തിരുവാതിരയല്ലേ, അതിന്റെ ഒരുക്കങ്ങളാ ഇതൊക്കെ. അതെന്താ മുത്തശ്ശി ഈ ധനുമാസ തിരുവാതിര?
അത് വലിയ ചടങ്ങാ മോളെ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആഘോഷമാണ്. 12 ദിവസം മുമ്പ് തറവാട്ടിലെ എല്ലാ സുമംഗലികളായ സ്ത്രീകളും വ്രതം എടുത്ത് ഈ ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് വേണ്ടി കാത്തിരിക്കും. വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി അതിന് ചുറ്റുമായി കൈകൊട്ടി കളിക്കും. എന്തിനാണെന്നറിയോ? തന്റെ ഭർത്താവിന്റെ ദീർഘായുസിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോ പെൺകുട്ടികളാവട്ടെ, നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയും ഇങ്ങനെ ചെയ്യും. ഇവർക്ക് ശിവപാർവതിമാരുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുമെന്നാണ് ഐതിഹ്യം. കൊള്ളാലോ. അപ്പൊ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഇന്ന് പ്രാർത്ഥിച്ചാൽ മതിയല്ലേ മുത്തശ്ശി? നടക്കല്ലോ അല്ലേ? യാ അത് പിന്നെ പറയാനുണ്ടോ? കുട്ടിക്ക് നല്ലൊരു പയ്യനെ തന്നെയല്ലേ കിട്ടിയത്. എന്തോടാ പറഞ്ഞേ? ശിവമോളെ, വൈകിട്ടത്തെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശി നിന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ഇവിടെ മൊത്തം ദീപങ്ങൾ തെളിയിക്കണം. വൈകിട്ടോടെ എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തും. ശരി മുത്തശ്ശി. ശിവമോളെ, ഈ താലും നിലവിളക്കും ഒക്കെ വെളിയിലേക്കൊന്ന് വെച്ചേ. വരുന്നു മുത്തശ്ശി. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രകേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. ഓ മൈ ഗോഡ്, ഇവക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഇവക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങോട്ട് വന്നേര്. ചേട്ടനെന്തോട്ടോ ഇങ്ങനെ നോക്കുന്നേ? ഇതുവരെ റെഡി ആയില്ലേ? ഈ ഡ്രസ് ഇട്ടോണ്ടാണോ അങ്ങോട്ടേക്ക് വരുന്നത്? ട്രഡീഷണൽ ഡ്രസ് ഒന്നും കയ്യിലില്ലേ? എന്റെ ഇവിടുന്ന ട്രഡീഷണൽ ഡ്രസ്സ്, എനിക്ക് പാന്റ് ഷർട്ടൊക്കെ ഉള്ളൂ. മോൻ വിഷമിക്കേണ്ട. ദാമുവിനോട് പറഞ്ഞിട്ട് ശ്രീകുട്ടന്റെ ഒരു ഷർട്ടും മുണ്ടും എടുത്തു തരാൻ പറയാം മുത്തശ്ശി. അപ്പൊ ഓക്കെ, സെറ്റ്. താങ്ക് യു മുത്തശ്ശി. സുന്ദരി പാർവതി വൽക്കലധാരിണി ഉഗ്രതപസ്വിനിയായി സവിധേ വരവായി മലർവാടവുമായി മദനൻ ശിവനിൽ ശരമേയുകയായി തൃക്കതിർമിഴി കനൽകളിൽ നിന്നെരികയായി കാമമോഹം തന്തപബലം വ്രതഗുണം ദുർജടിയുടെ നേടി പാതി അഴകിലധികം ഗുണവതി മംഗളകാരക ശങ്കര ശ്രീപദ പങ്കജകാമിനിയായി സുന്ദരി പാർവതി വൽക്കലധാരിണി ഉഗ്രതപസ്വിനിയായി സവിധേ വരവായി മലർവാടവുമായി മദനൻ ശിവനിൽ ശരമേയുകയായി തൃക്കതിർമിഴി കനൽകളിൽ നിന്നെരികയായി കാമമോഹം തന്തപബലം വ്രതഗുണം ദുർജടിയുടെ നേടി പാതി. മോളെ ശിവനെ, കാവില് വിളക്ക് കത്തിച്ചായിരുന്നോ? മുത്തശ്ശി തിരക്കിനിടയിൽ അതങ്ങ് മറന്നു. മോൾ ആ തിരിയൊന്ന് തെളിച്ചിട്ട് വാ. ശരി മുത്തശ്ശി, ഞാൻ പൊക്കോളാം. മോള് നിന്നെ നന്നായിട്ട് ഇരുട്ട് വീണിട്ടുണ്ട്. നീ ആ കിച്ചുനെ കൂടെ കൂട്ടിക്കൊണ്ട് പോ. ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന സമയല്ലേ. നീ ആ വിളക്കും കൂടെ എടുത്തോ. ദാവണി നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ തിരുവാതിര അതിലും നന്നായിരുന്നു. ഞാൻ കണ്ടു 32 പല്ലും കടി ഇളിച്ചോണ്ട് നിൽക്കുന്നത്. അത് പിന്നെ ഭംഗിയുള്ളത് എന്ത് കണ്ടാലും ഞാൻ നോക്കും. പിന്നെ എന്നിട്ട് ശിവനോട് പ്രാർത്ഥിച്ചോ നല്ലൊരു പയ്യനെ കിട്ടാൻ? പിന്നെ പ്രാർത്ഥിക്കാതെ? ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ,
സാധാരണ ഈ സമയത്തൊക്കെ സുന്ദരികളായ പെൺകുട്ടികൾ പുറത്തിറങ്ങരുതെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതെന്താ പുറത്തിറങ്ങിയാല്? അല്ല, കേട്ടിട്ടില്ലേ, വല്ല ഗന്ധർവന്മാരും പ്രേമിച്ചാലോ? ആഹാ, ഈ ശിവനെ പ്രണയിക്കാനും മാത്രം ധൈര്യമുള്ള ഏത് ഗന്ധർവനാ ഉള്ളത്? എനിക്കൊന്നും അറിയണല്ലോ അത്. അയ്യടാ, അതിനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. എന്തേലും പറഞ്ഞായിരുന്നോ? കിച്ചോട്ടാ, ഒരു ശബ്ദം കേട്ടോ? ശബ്ദമോ? എന്ത് ശബ്ദം? ഞാൻ കേട്ടില്ലല്ലോ. നിനക്ക് തോന്നിയതായി. ഇപ്പൊ കേട്ടോ? വല്ല എഴുതുക്കളോ ആവോ? അയ്യോ, ഇയാള് മനസ്സിനെ പേടിപ്പിച്ച് കൊല്ലുമല്ലോ. ഇതൊക്കെ ഒരു രസമല്ലേ ആശേ? ആശയോ? അതാരാ? വല്ല നൂറ്റാണ്ട് സിനിമയെങ്കിലും കാണണം. ആ, നീ വിളക്ക് എത്തിച്ചിട്ട് വാ. കിച്ചോട്ടാ, എന്താ ശൂന്യോ? അത് പിന്നെ അവളൊരു സർപ്പം. ആ, ബെസ്റ്റ്. ഈ ഞാനെല്ലാം കണ്ടിട്ടാണോ നീ ഓടിക്കൂടി വന്നത്? പിന്നെ എനിക്ക് പേടിയാ, നല്ല വിഷമുള്ള ജാതിയാ. കിച്ചോട്ടിന് പേടിയൊന്നും ഇല്ലേ? അത് നല്ല ചോദ്യം. ഈ ആമസോൺ കാർഡ് മുഴുവൻ കടുവയുടെയും പാമ്പിന്റെയും ഒക്കെ കൂടെ സെൽഫി എടുത്ത് എന്നോടോ ബാല? അപ്പൊ ശരിക്കും പേടിയില്ല? ഇല്ല ശിവ, ഞാൻ എന്തിനാ ഈ ഞോണ്ട പാമ്പിനെയൊക്കെ കണ്ട് പേടിക്കണം? ഇതിനും വയതിനെയൊക്കെ എന്റെ കയ്യിലിട്ട് മമ്മാനം ആടിയിട്ടുണ്ട് ഞാൻ, അറിയോ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. കിച്ചേട്ടന്റെ പിറകിൽ എന്റെ പിറകിൽ എന്താ? അയ്യോ, ഓടിക്കൂ! അയ്യോ, ഇപ്പൊ മനസ്സിലായി ഒട്ടും പേടിയില്ലെന്ന്. അത് പിന്നെ നിനക്ക് പേടിയാണ്ടല്ലോ ഞാൻ ഓടിയത്. ഓ, അപ്പൊ ഇയാൾക്ക് പേടിയായോണ്ട് ഓടിയതല്ലേ? ഇടി, നീ ഒന്ന് പോയേ. ഈ വക ജീവികളൊക്കെ എനിക്ക് പണ്ടേ അറപ്പാണ്, വെറുപ്പാണ്. അയ്യോ, എനിക്ക് ചിരിയടക്കാനേ വയ്യ. എത്ര നാക്ക് ശേഷമാണെന്നറിയാം ഇങ്ങനെയാണ് മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. അപ്പൊ ഞാൻ കാരണം ഇയാൾക്ക് ചിരിക്കേണ്ട അവസരം വന്നേ. നന്ദി വേണം കുട്ടി, നന്ദി വേണം. ശിവമോളെ, ദാ ചോറെടുത്ത് വെച്ചേക്കുന്നു, രണ്ടാളും വന്ന് കഴിച്ചേ. ശിവ, ഇവിടെ ഈ കൾച്ചറൽ പ്രോഗ്രാമായിട്ട് എന്തായി പറയുക, അതിന്റെ പേര് തെയ്യവോ കോലവോ അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ? ആ, ഇവിടെ പ്രധാനമായിട്ട് തെയ്യാണുള്ളത്. കിച്ചേട്ടൻ എന്തായാലും നല്ല സമയത്താണ് വന്നത്. ഈ മന്ത് ലാസ്റ്റൊക്കെ ഇവിടെ തെയ്യത്തിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ഓ, താങ്ക് ഗോഡ്. എന്തായാലും എല്ലാ കാര്യത്തിലും താൻ്റെ കൂടെ കാണില്ലേ? സംഭവം നമുക്കൊരു കളറാക്കണം. അത് പിന്നെ പറയാനുണ്ടോ? തെയ്യം നമുക്കൊരു ഉത്സവമല്ലേ. എന്തായാലും കിച്ചേട്ടൻ ഭാഗ്യവാനാ, ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ദൂരെ എങ്ങും പോകണ്ടല്ലോ. അതെന്താ ശിവ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ തെയ്യത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മുടെ തറവാട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാവരും നമ്മുടെ തറവാട്ടിലായിരിക്കും ആ സമയത്ത് താമസിക്കുന്നത്. ആ, ഇനിയിപ്പോൾ കിച്ചുവേട്ടനെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാമല്ലോ. ആ, ശരിയാ. ബട്ട് വൺ കണ്ടീഷൻ, എല്ലാ കാര്യത്തിലും നീ കൂടെ വേണം. ഓ, ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു രസമല്ലേ. ശിവ, നീ നടന്നോ, എനിക്കൊരു കോള് വരുന്നുണ്ട്. അല്ല, ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുമോ? വഴിയൊക്കെ അറിയോ? ആ, അതൊക്കെ എനിക്കറിയാം, നീ നടന്നോ. ശരി. ആ, പിന്നെ നേരെ തറവാട്ടിലേക്ക് തന്നെ വന്നേക്കണം. വഴിതെറ്റി വേറെങ്ങും പോയിട്ട് കയറരുത്. ഇല്ലടോ, താൻ പൊക്കോ. ഹലോ, എന്താ ജസ്റ്റിൻ, എന്താ വിളിച്ചത്? അത് പിന്നെ സാറിൻ്റെ പ്രോജക്റ്റ് എവിടം വരെയായെന്ന് അന്വേഷിക്കാൻ വിളിച്ചതാ. ഉടനെ കാണാൻ തിരിച്ച് കാണുമോ ഇങ്ങോട്ടേക്ക്? ആടോ, 1 മന്ത് ഇവിടെ നിൽക്കണം. കാരണം കൾച്ചർ പ്രോഗ്രാമൊക്കെ ഈ മന്ത് ലാസ്റ്റ് സ്റ്റാർട്ടാവും. അതൊക്കെ ഫുട്ടേജൊക്കെ എടുത്തിട്ട് വേണം വരാൻ. ഞാനെല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ വിളിക്കാം. 1 മന്ത് ആവും വരാൻ വേണ്ടിയിട്ട്. ശരി സാർ വിളിച്ചാൽ മതി. ഓക്കെ, ബൈ. ശരിടോ, എന്നാ താൻ വെച്ചോ. കർത്താവേ, ഞാനിതിപ്പോ എവിടാ? ഇവിടെ ചുറ്റും പാടമാണല്ലോ. അയ്യോ, ഇതിപ്പോ എങ്ങോട്ടാ പോകുന്നേ? പണ്ടാരം, ആ പെണ്ണിനെ പറഞ്ഞു വിടുകയും ചെയ്ത് വലിയ വീമ്പ് ഇളക്കി. ചേട്ടാ, ഞാനിനി എങ്ങനെ തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നേ? ആ, ഐഡിയ. ഗൂഗിൾ മാപ്പ് കയ്യിൽ വെച്ചിട്ട് എന്തിന് നാട്ടിൽ തേടി നടപ്പൂ. ചേട്ടാ, ഈ ഗൂഗിൾ മാപ്പിനകത്ത് ഇപ്പൊ എന്തോ അടിച്ചു കൊടുക്കുന്നേ? ആലത്തൂർ മടവോ? ഇതിനിപ്പോ ഞാൻ എന്തു വച്ചേ ഇന്ന്? ആ, ഇല്ല, മുത്തശ്ശനോട് ചോദിക്കാം. മുത്തശ്ശ,
അയ്യോ മുത്തശ്ശ, ഞാൻ അനന്തനല്ല. മുത്തശ്ശന് ആള് മാറിയതായിരിക്കും. ഞാൻ ഈ നാട്ടുകാരനേ അല്ല. മുത്തശ്ശ, ഈ ആലത്തൂർ മഠത്തേക്കുള്ള വഴി ഏതാണെന്നറിയൂ? വഴി എത്ര മറന്നാലും നിന്റെ വരവിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയല്ലേ? മുത്തശ്ശൻ ഇത് ആരുടെ കാര്യം പറയുന്നേ? പണ്ടത്തേക്കാൾ കഠിനമായിരിക്കും ഇനിയുള്ള യാത്രകൾ. ഒരിക്കൽ നഷ്ടങ്ങളൊക്കെ കണ്ടു നിൽക്കാനേ ഈ വൃദ്ധനായുള്ളൂ. ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപേ ഒന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയത് നിന്നിലേക്ക് തിരിച്ചെത്തുന്നത് എനിക്ക് കാണണം. അതോടെ ഈ പാപിയുടെ പാപങ്ങൾ അവസാനിക്കും. ഈശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. കർത്താവേ, വട്ടാണെന്ന് തോന്നുന്നു. ഈ മുത്തശ്ശൻ എന്തൊക്കെ പറയുന്നേ? ആരയ്യനന്ദൻ? അയ്യോ. ഓയ് മാഡം, എന്താണ് ഈ നട്ടപ്പാതിരിക്ക്? ഇവിടെ ഈ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാനാണോ പ്ലാൻ? നടക്കില്ല മോളെ. ഈ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഞാൻ വെറുതെ. പിന്നെ എന്താണാവോ ഇത്ര അഗാധമായിട്ട് ആലോചിച്ച് കൂട്ടുന്നത്? കിച്ചേട്ടനറിയോ, എത്ര നാളായി എനിക്ക് ഇത്രയും സന്തോഷ സമാധാനമൊക്കെ ഉണ്ടായിട്ടെന്ന്. അതെന്തേ? ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മുമ്പ് കയ്യിലില്ലായിരുന്നോ? അതൊക്കെ വലിയ കഥയാ, പറയുന്നത് ശരിയാവില്ല. താൻ വലിച്ചു നീട്ടാനൊന്നും നിൽക്കണ്ട, ഒന്ന് ചുരുക്കി പറയടോ. കിച്ചേട്ടനറിയോ, എൻ്റെ അമ്മയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അയ്യോ, തൻ്റെ അമ്മ അതിനെ എവിടെ പോയി? മരിച്ചുപോയി. ഡെലിവറിയിൽ എന്തൊക്കെയോ കോംപ്ലിക്കേഷൻ എന്നാണ് കേട്ടത്. എനിക്കറിയില്ല സത്യം എന്താണ്. സോറി ശിവന്യ, ഞാൻ അറിഞ്ഞില്ല. അതൊന്നും സാരമില്ല, എനിക്കിതൊക്കെ ശീലമായി. അമ്മ മരിച്ചതിന് ശേഷം 6 വയസ്സ് വരെ ഞാൻ ഇവിടെ ആയിരുന്നു, മുത്തശ്ശിയുടെ കൂടെ. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കണം എനിക്കൊരു അമ്മയുടെ പരിചരണം വേണം എന്ന് കരുതി അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? അവർ ഒരിക്കൽ പോലും എന്നെ ഒരു മകളായിട്ട് അംഗീകരിച്ചിട്ടില്ല. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ഒരമ്മയില്ലാത്തവരെ പോലെ ഞാൻ വളർന്നു. എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാണ്ടാ ഞാനിങ്ങനെ പോകുന്നത്. അത് ശരി, തനിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? സ്നേഹം മാത്രമായിരിക്കും ഒരു തരുന്നൊരു മുത്തശ്ശി. അച്ഛനുണ്ട്, പിന്നെ കുട്ടനുണ്ട്, ദാ ഇപ്പൊ ഞാനും. ചേട്ടാ, അത് പിന്നെ താനൊന്നും പറയണ്ട. ഒറ്റപ്പെടേണ്ട വേദന എന്താണെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. കിച്ചേട്ടൻ എന്തായി പറയുന്നത്? അതേടോ, ഞാനൊരു ഓർഫണാ. പേരിന് പോലും എൻ്റെ എന്ന് പറയാൻ എനിക്ക് ആരുമില്ല. ഒരു പള്ളിയിലെ ഓർഫനേജിലാണ് ഞാൻ വളർന്നതൊക്കെ. അതുകൊണ്ടാവും ഞാൻ ക്രിസ്ത്യൻ ജോസഫ് ആയത്. ജോസഫ് എന്നുള്ളത് എൻ്റെ ഓർഫനേജിലെ മരിച്ചുപോയ അച്ഛൻ്റെ പേരാണ്. കൂട്ടിന് ആരുമില്ല എന്ന തോന്നലുണ്ടാകാണ്ടിരിക്കാൻ ഞാൻ തന്നെ എൻ്റെ പേരിലൂടെ ഈ വാല് കൂട്ടിച്ചേർത്തത്. സോറി കിച്ചേട്ടാ, എനിക്കറിയില്ലായിരുന്നു കിച്ചേട്ടൻ ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ള കാര്യം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എങ്ങനെ മനസ്സ് വന്ന് ചിരിക്കാൻ കഴിയുന്നു കിച്ചേട്ടന്? അതാണോ ലൈഫ്. നമുക്ക് സന്തോഷം തരുന്ന കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന് നമ്മൾ സന്തോഷിച്ചു പോകും. എന്താ, ശരിയല്ലേ? അത് ശരിയാ. ഞാൻ എത്ര നാൾ കൂടിയാണെന്നറിയോ മനസ്സ് തുറന്ന് ചിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഇപ്പം എല്ലാം സെറ്റായില്ലേ? എങ്കിൽ ബാ, നമുക്ക് പോവാം. അയ്യോ കിച്ചേട്ടാ. എന്താ ശരിയ? അത് പിന്നെ ഒരു തവള. അനന്തേട്ടാ. ശിവമോളെ, നീ ഇത് എവിടെയാ? നേരെ ഇരുട്ടി, ഈ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? ശിവ, നിക്ക്. അനന്തനും? ആരായി അനന്തൻ? രാവിലെ കണ്ട മുത്തശ്ശനും എന്നെ അനന്തൻ എന്നല്ലേ വിളിച്ചത്? ഈ അനന്തനും ഞാനും തമ്മിൽ എന്താ ബന്ധം? ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ആരിത്? കിച്ചുമോനോ? നേരത്തെ എണ്ണീറ്റോ? രാവിലെ തന്നെ പുറത്തുനിന്ന് ഭയങ്കര ബഹളം കേട്ട് പിന്നാണെങ്കിൽ ഉറങ്ങാനും പറ്റിയിട്ടില്ല. അതോ, 2 ദിവസം കൂടെ കഴിഞ്ഞാ ഇവിടുത്തെ കാവിലെ തെയ്യാട്ടല്ലേ, അതിന്റെ തയ്യാറെടുപ്പോടാ. മോനൊന്നും കാര്യാക്കണ്ട. ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ പാള കെട്ടാൻ രാമേട്ടൻ വന്നപ്പോ പറഞ്ഞായിരുന്നു.
കുട്ടി ചായ കുടിച്ചിരുന്നോ? ഇല്ല മുത്തശ്ശി, മുത്തശ്ശി ശിവയെ കണ്ടില്ലല്ലോ, അവളവിടെ? ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എണീറ്റ് കാണില്ല. മോനി ചായ കുടിക്കും. ഞാൻ ഈ ചായ കുട്ടിക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. മുത്തശ്ശി നോക്കി, വയ്യാത്തല്ലേ, ശിവയ്ക്ക് ഞാൻ ചായ കൊണ്ട് കൊടുത്തോളാം. ശരി മോനെ, ഞാനെങ്കിൽ അപ്പുറത്തോട്ട് പോട്ടെ. ഇന്നൊന്ന് കൂട്ടം പണിയുണ്ട്, എല്ലാരും വരുന്നൊക്കെ അല്ലേ. ശരി മുത്തശ്ശി. ഓയ് മാഡം, ഗുഡ് മോർണിംഗ്. ഇവളെവിടെ പോയി? ശിവ കാണുന്നില്ലല്ലോ. ഇതെന്താ ഡയറി? ശിവ ഡയറി ഒക്കെ എഴുതാറുണ്ടോ? ശ്രീദേവിയോ? അതാരായിരുന്നു? ഇത് ഞാനല്ലേ? ശിവ ശിവ, ഞാൻ നല്ല സത്യം കിട്ടോ, ഞാൻ എനിക്ക് ചായ കൊണ്ടുവന്നതാ. ഇറങ്ങിപ്പോളൂ. രാവിലെ തന്നെ കണി കൊള്ളാം. അനന്തൻ, അത് ഞാൻ തന്നെയല്ലേ? ശിവ, അപ്പോ ശ്രീദേവി, ശിവ, ഭ്രാന്ത് പിടിക്കുന്നു. എന്റെ ഞാൻ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. ഈ ക്രിസ്റ്റിയുടെ വാക്ക, ക്രിസ്ത്യൻ അനന്തൻ, അനന്തന്റെ വാക്ക്. ഞാൻ ഈ ഡയറി ഉണ്ടായില്ലേ വെച്ച് അതിവിടെ പോയി. ശിവ, നീ ഈ ഡയറിയാണോ നോക്കുന്നത്? ഇത് താരത്തിന് എഴുതത് നിർത്താറ്. ശ്രീ, നീ എത്ര കാലം നീ ഇങ്ങനെ ഇതൊക്കെ മറച്ചു പിടിക്കും ശിവ? ആർക്ക് വേണ്ടിയാ? ആരെ ഭയന്നിട്ടാ നീ ഇതൊക്കെ? ഒരു ജന്മത്തിൽ നീ എനിക്ക് നഷ്ടമായതാ, ഇനിയും വയ്യടി. വേണ്ട ചേട്ടാ, ഇനി ഒന്നും പറയണ്ട. ഞാൻ അറിയാതെ ഒരിക്കലൊരു ജീവൻ ബലി കൊടുത്തതാ. ഇനിയും വയ്യ. ഒരിക്കൽ കൂടി നിങ്ങളെ മണത്തേക്ക് തടവിടാൻ എനിക്ക് പറ്റില്ല. ശിവ, നിർത്ത്. ഇനി നീ എന്തൊക്കെ പറഞ്ഞാൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും. ഇത് ക്രിസ്റ്റിയുടെ തീരുമാനമാണ്. ചേട്ടാ, ഞാൻ ഇനി ഒന്നും പറയണ്ട. നീ എന്റെ പെണ്ണ്, ഈ ക്രിസ്റ്റിയുടെ പെണ്ണ്. ശിവ, ഇങ്ങോട്ട് നോക്കിക്കേ. കോപ്രായം കാണിക്കുന്നു.
വായി നോക്കി നിൽക്കി അങ്ങോട്ട് വാടി. കിച്ചോട്ടാ വീട് മുത്തശ്ശി കാണും. മുത്തശ്ശി ഒന്നും കാണില്ല, നീ ഇങ്ങോട്ട് വന്നേ. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? തെയ്യം അവിടെ ഇല്ല നടക്കുന്നു, ഇവിടെ എന്താ തെയ്യിരിക്കുന്നു? തെയ്യമൊക്കെ അവിടെ നടന്നോട്ടെ, ഇവിടെ അതിലും വലിയ പരിപാടി തീർക്കാനുണ്ടല്ലോ. എന്ത് പരിപാടി? ക്രിസ്റ്റി, കുട്ടേട്ടൻ ശ്രീ കൂടെ നിന്ന് കൂട്ടുകാരന്റെ പെണ്ണിനോട് തന്നെ തോന്നിവാസം കാണിക്കുന്നുണ്ട്. കുട്ടേട്ടാ നിർത്ത്. നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പെണ്ണാണെന്ന്. ശിവ, നീ എന്തറിഞ്ഞിട്ടാ? എനിക്ക് ഇവൻ ആരാണെന്നറിയോ? ആരായാലും നിങ്ങൾക്കെന്താ? ഇത് എന്റെ ജീവിതം, ഞാൻ തീരുമാനിക്കും ആരോട് ജീവിക്കണമെന്ന്. ശിവ, ഞാൻ പറയുന്നു കേക്ക്. മതി, നിർത്ത്. ഇനി ഒരിക്കൽ കൂടി നിങ്ങളുടെ വഴി എന്റെ കിച്ചോട്ടൻ കയറി ഈ ശിവയായിരുന്നു നിങ്ങളുടെ. കൂടെ നിന്ന് ചതിച്ചല്ലോടാ നൂറ്. നീ എന്നെ എന്ത് മന്ത്രം ഇത് കൊടുത്തിട്ടാണ് അവളെ നീ പാട്ടിലാക്കിയത്? ശ്രീ, ഇനഫ്. ഞാൻ എന്താണെന്നും എങ്ങനെയുള്ളവനാണെന്നും മറ്റാളെക്കാളും നിനക്ക് നന്നായിട്ടറിയാം. സോ ജസ്റ്റ് സ്റ്റോപ്പ് യുവർ ഡ്രാമ. അവൾ എനിക്ക് ആരാണെന്നും എന്താണെന്നുള്ള സത്യം നീ അറിയണം. ശ്രീ, ദേ ഇത് വായിക്കേ, എന്നിട്ട് പറ ഞാൻ ചതിയനാണെന്ന്. കിച്ചു, ഐ എം സോറിടാ. ഞാനൊന്നും മനഃപൂർവ്വമല്ല. കുഞ്ഞിലെ മുതൽ അവൾ എനിക്കുള്ളതാണെന്ന് എല്ലാവരും പറഞ്ഞു പഠിപ്പിച്ചു. വളർന്നപ്പോൾ ഞാൻ ഇതൊക്കെ വിട്ടതാ. ബട്ട് പെട്ടെന്നൊരു ദിവസം അവളെ കണ്ടപ്പോൾ പഴയ മോഹം വീണ്ടും. അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് ഞാൻ കരുതിയത്. ശ്രീ, എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലായി. ബട്ട് എനിക്ക് ഇനി അവളെ നഷ്ടപ്പെടുത്താൻ വയ്യടാ. നീ വിഷമിക്കാതെ. ഞാനല്ലേ പറയുന്നേ, ശിവന്യയുടെയും നിന്റെയും കല്യാണം ഇനി ഞാൻ നടത്തിത്തരും. पावन चरित्र रवि सोमवर नेत्र रमणीय गात्र सीता कल्याण